നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2026 ജനുവരി മാസം 28-ാം തീയതി ഈ വർഷത്തിൻ്റെ പ്രഥമ ഉപവാസ പ്രാർത്ഥനയിലേക്ക്, അഥവാ നമ്മളെല്ലാ മാസവും നടത്തി വരുന്ന ഉപവാസ പ്രാർത്ഥനയിലേക്ക് കൂടി വരുവാൻ പരിശുദ്ധനായ ദൈവം നമുക്ക് തന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ നാമത്തിൽ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ, പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തിൽ ഒന്നിച്ചു കൂടി വന്ന ഈ ഉപവാസ പ്രാർത്ഥന ആയിരിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നതിനായി കോടാനുകോടി സ്തോത്രങ്ങൾ ദൈവത്തെ അർപ്പിക്കുന്നു. ഇതുവരെയുള്ള പ്രാർത്ഥന അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ലീഡ് ചെയ്ത കർത്താവിൻ്റെ ശ്രേഷ്ഠ ഭൃത്യൻ സജി പാസ്റ്റർ കോഴിക്കോടിനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർ പ്രിയപ്പെട്ട എല്ലാവർക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ദൈവന ചിന്തയ്ക്കായിട്ട് ഒരു വചനം വായിച്ച് വേഗത്തിൽ ചില കാര്യങ്ങളെ ചിന്തിച്ച് ഒന്നിച്ച് കർത്തൃസന്നിധിയിൽ ഒന്നിച്ചായിരിക്കാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. നമുക്ക് പരിചിതമായിരിക്കുന്ന ലേഖനങ്ങൾ എന്നൊരു ഭാഗം വായിക്കുകയാണ്. പത്രോസ് എഴുതിയ ലേഖനം, 2-ാമത്തെ ലേഖനം, അതിൻ്റെ 1-ാം അധ്യായം 12-ാമത്തെ വാക്യം പ്രാരംഭമായിട്ട് വായിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരും എന്ന് വരികിലും ഇത് നിങ്ങളെ എപ്പോഴും ഓർപ്പിപ്പാൻ ഞാൻ ഒരുങ്ങിയിരിക്കും. അപ്പോസ്തലനായ പത്രോസ് ലേഖനം എഴുതിയ 2 ലേഖനങ്ങളിലെ ഒരു അവസാന ലേഖനമാണ് നമ്മളിപ്പോൾ വായിച്ച ഭാഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നവരും എന്ന് വരികിലും ഇത് നിങ്ങളെപ്പോൾ സാർവത്രികമായിരിക്കുന്ന ഒരു ലേഖനങ്ങളാണ് പത്രോസ് അപ്പോസ്തലൻ എഴുതിയത്. അദ്ദേഹം ലോകത്തിലുള്ള സകല വിശ്വാസ സമൂഹത്തെയും അഭിസംബോധന ചെയ്തുകൊണ്ട് എഴുതപ്പെട്ട 2-ാമത്തെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ അറിവില്ലാത്തവരല്ല, അറിവുള്ളവരാണ്, അറിഞ്ഞവരാണ്, അതുപോലെ ഉറച്ചു നിൽക്കുന്നവരാണ്, സത്യത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ഭാഗ്യം ലഭിച്ചവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അജ്ഞാനമായി അറിയാത്തവരായി ഒരുപാട് പേര് ലോകത്തിലുള്ളപ്പോൾ അവർക്ക് സ്ഥിരതയില്ല. അറിവാണ് നമ്മളെ സ്ഥിരപ്പെടുത്തുന്നത്. വിശ്വാസത്തിൻ്റെ സ്ഥിരത ദൈവവചനത്തിൻ്റെ അറിവാണ്. ദൈവവചനം എത്രമാത്രം നാം വിശ്വസിക്കുന്നു അത്രമാത്രം സ്ഥിരതയുണ്ടാകും. അപ്പോൾ കർത്താവിൻ്റെ വചനത്തെ നാം അറിയുകയും ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവ് നമ്മൾ വർദ്ധിക്കുകയും ചെയ്യുന്നതോറും നമ്മുടെ നിലനിൽപ്പ് സ്ഥിരത വർദ്ധിപ്പാനിടയാത്തീരും. അതുകൊണ്ട് പത്രോസ് പറയുകയാണ്, നിങ്ങൾ അറിഞ്ഞവരാണ്, ലഭിച്ച സത്യം ഉറച്ചു നിൽക്കുന്നവരാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്, നമുക്കറിയാമെങ്കിലും നാം എന്താ അറിഞ്ഞത്? നാം എന്താണ് അറിഞ്ഞിട്ടുള്ളത്? എന്താണ് നമ്മുടെ അറിവ് എന്നുള്ളതാണ് എന്ന് നാം ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം എന്തൊക്കെയാണെന്നുള്ളത് അറിയാമെങ്കിലും പൊതുവായിട്ടുള്ള ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരൊറ്റ വാക്കിലൊന്നും ഉത്തരം പറയാൻ കഴിയത്തില്ല. നാം അറിഞ്ഞിരിക്കുന്നത് എന്താണ്? അപ്പോൾ പത്രോസ് അപ്പോസ്തലൻ അങ്ങനെ ലേഖനം എഴുതുമ്പോൾ അതിനുമുമ്പ് അവരെ പഠിപ്പിച്ചിട്ടുണ്ട്, അവർക്കത് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലേഖനങ്ങളിലൂടെ കർത്താവ് പറഞ്ഞ ഉപദേശത്തെ സഭയ്ക്ക് കൈമാറിയ ശേഷമാണ് നിങ്ങൾ അറിഞ്ഞവരാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അറിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് സത്യം മനസ്സിലാകുകയും നിങ്ങൾക്ക് സ്ഥിരത ഉണ്ടാകാനും ഇടയായി തീർന്നു എന്ന് അദ്ദേഹം അവിടെ ലേഖനത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അസ്ഥിരമായിരിക്കുന്ന ലോകത്തിൽ നമ്മെ സ്ഥിരപ്പെടുത്തുന്നത് ദൈവവചനത്തിൻ്റെ അറിവാണെന്നും അത് പരിശുദ്ധാത്മാവിനാൽ ലഭിച്ചവർക്ക് മാത്രമേ സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയത്തുള്ളൂ എന്നുള്ളതുമാണ് വലിയ ഭാഗ്യമായിട്ട് ഇവിടെ പത്രോസ് അപ്പോസ്തലൻ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നാം ഒരുപാട് കാര്യങ്ങളെ അറിഞ്ഞിട്ടുണ്ടെങ്കിലും വാസ്തവത്തിൽ നാം എന്താണ് അറിഞ്ഞിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നാം ദൈവവചന ചില ചിന്തകൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ട്, എന്നാൽ ഏറ്റവും അതിപ്രധാനമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ദൈവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചിട്ട് നമുക്ക് അല്പസമയം ഈ വചനം നമ്മളെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഓർമ്മകളെ ഒന്നുകൂടി ബലപ്പെടുത്തുവാനും ചിന്തിക്കുവാനും നാം അറിഞ്ഞിരിക്കുന്ന സത്യത്തിൽ ഉറച്ചു നിൽക്കുവാനും ഇടയാക്കാൻ വേണ്ടിയാണ് കൂടെ ദൈവ ശുശ്രൂഷകളിൽ ഇപ്രകാരമുള്ള കാര്യങ്ങളെ ഓർപ്പിച്ച് ഉണർത്തുന്നത്. അപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ പത്രോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയ വിഷയങ്ങൾ തൻ്റെ കൂടാരം അഴിഞ്ഞു പോകുവാൻ സമയമായി, താൻ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടാൻ സമയമായി എന്ന് അറിഞ്ഞുകൊണ്ടാണ് താൻ അവസാനമായി തൻ്റെ ലേഖനത്തിൽ ഈ തനിക്ക് അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിവുണ്ട്, ഒരു കാലത്ത് നാം ഒരു സമയത്ത് അവിടുന്ന് മാറ്റപ്പെടണം എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് എല്ലാവർക്കും അറിയാം, ലോകത്തിലുള്ള സകല മനുഷ്യർക്കും അറിയാം മരിക്കുമെന്നുള്ളത്.
എന്നാൽ നമ്മളങ്ങനെ മരണത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നവരല്ല. നമുക്കെന്നാൽ മറ്റൊരു അറിവുണ്ട്. നാം ഈ കാലഘട്ടത്തിൽ രൂപാന്തരപ്പെടുന്ന വിശ്വാസമുള്ളവരായിരിക്കണം. ഏത് കാലഘട്ടത്തിലും ദൈവത്തിൽ വിശ്വസിക്കുന്നവരുടെ പ്രധാനമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ പ്രത്യാശ മരണമായിരിക്കരുത്, അത് രൂപാന്തരമായിരിക്കണം. കർത്താവ് ഇന്ന് വരികയാണെങ്കിൽ ഞാൻ രൂപാന്തരപ്പെടും എന്നുള്ള പ്രതീക്ഷയോടെ ആയിരിക്കണം ഇന്നത്തെ കാലത്ത് വിശ്വാസത്തിൽ ജീവിക്കുക. എന്നാൽ പത്രോസ് അപ്പോസ്തലൻ അന്ന് ലേഖനം എഴുതിയപ്പോൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു കർത്താവ് വരുന്നതിന് മുമ്പായി താൻ ലോകത്തു നിന്ന് മാറ്റപ്പെടും എന്നുള്ള അറിവ് തനിക്കുള്ളതുകൊണ്ടാണ് തൻ്റെ കൂടാരം അഴിഞ്ഞു പോകുവാൻ സമയമായെന്നൊക്കെ രേഖപ്പെടുത്തിയിരുന്നു. പൗലോസും പത്രോസും ഒക്കെ അവർക്കത് അറിയാമായിരുന്നു. എന്നാൽ ആഴമായി നാം ചിന്തിക്കുമ്പോൾ എന്താണ് നാം അറിഞ്ഞിരിക്കുന്നത്, മറ്റുള്ള അറിയാത്ത എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് ഒന്ന് യോഹന്നാൻ്റെ എഴുതിയ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു വിശ്വാസി അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെ അവിടെ 3 കാര്യങ്ങളുടെ ബന്ധത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ വിഷയം ഇപ്രകാരം 18-ാമത്, ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെ തന്നെത്താൻ സൂക്ഷിക്കുന്ന ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ടൊരു അറിവായിട്ട് ഈ ലേഖനങ്ങളോടുള്ള ബന്ധത്തിൽ യോഹന്നാൻ ദൈവത്തിന് അപ്പോസ്തലൻ രേഖപ്പെടുത്തുക. നിരവധി കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്താൽ പ്രധാനമായിട്ട് 3 കാര്യങ്ങളെ അവിടെ വളരെ അക്കമിട്ട് ഈ കർത്താവിൻ്റെ ദാസൻ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒന്ന്, ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. അപ്പോൾ പാപം നിറഞ്ഞ ലോകത്തിൽ പാപം ചെയ്യാതിരിക്കണമെങ്കിൽ എന്ന് നാം അറിയുന്നു. അപ്പോൾ നാം അറിയുന്നു ദൈവത്തിൽ ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട അറിവ് മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവർ, ഏറ്റവും പ്രാധാനികമായ അടിസ്ഥാനപരമായ ബേസിക്കായിട്ടുള്ള അറിവ് മറ്റൊന്നുമല്ല. നാം പാപികളായിരുന്നു, എന്നാൽ ക്രിസ്തുവിൻ്റെ രക്തത്തിൽ നാം വീണ്ടും ജനിക്കപ്പെട്ടപ്പോൾ വീണ്ടെടുക്കപ്പെട്ടതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെട്ടിരിക്കയാൽ നാം ഇനി പാപം ചെയ്യുകയില്ല എന്നുള്ളത് നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ അതല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം കൊണ്ട് പ്രയോജനമില്ല. നമ്മൾ അതുകൊണ്ട് കാര്യമില്ല. നാം മറ്റുള്ളവരെ പോലെ പാപം ചെയ്യുന്നവരാണെങ്കിൽ നമുക്കും ഈ അറിവില്ലാത്തവരാണ്. എന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പാപത്തിൽ മരിച്ചവരായിരുന്നു നമ്മൾ. അപ്പോൾ പാപത്തിൽ മരിച്ചിരുന്ന നമ്മെ ക്രിസ്തുവിൽ നമ്മെ ജനിപ്പിച്ചു. വചനത്താൽ നാം ജനിക്കപ്പെട്ടു. ദൈവവചനമാകുന്ന ക്രിസ്തു അവൻ്റെ ശരീരം നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടത് കൊണ്ട് അവൻ്റെ വചനമാകുന്ന ശരീരത്തിൻ്റെ ഭാഗമായി തീരുവാൻ നമ്മെ കർത്താവ് വീണ്ടും ജനിപ്പിക്കാനിടയെത്തും. തൻ്റെ വചനം കൊണ്ടാണ് വീണ്ടും നമ്മളെ ജനിപ്പിച്ചത്. അപ്പോൾ അങ്ങനെ പാപത്തിൽ മരിച്ചിരുന്ന നമ്മെ ദൈവത്തിൻ്റെ വചനത്താൽ ദൈവം നമ്മളെ വീണ്ടും ജനിപ്പിച്ചു എന്നുള്ള അറിവ് നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ ആദ്യത്തെ അറിവ് നമുക്കുണ്ടാകേണ്ടത് യേശു ക്രിസ്തു ആരാകുന്നു എന്നുള്ളതിൻ്റെ അറിവാണ്. നമുക്കറിയാം യേശു ക്രിസ്തു വീണ്ടെടുപ്പുകാരനാണ്, അവൻ ലോക രക്ഷിതാവാണ് എന്നുള്ള വലിയ കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടായിരിക്കണം. അതാണ് പ്രഥമമായിട്ടുള്ളത്. അപ്പോൾ വീണ്ടെടുപ്പുകാരനെ അറിയുന്നവരായിരിക്കണം ദൈവമക്കൾ എന്നുള്ളത് ഇവിടെ രേഖപ്പെടും. 1 പത്രോസിൻ്റെ ലേഖനം 4-ാം അധ്യായം 19-ാം വാക്യത്തിൽ അതേക്കുറിച്ച് വീണ്ടെടുപ്പിനെക്കുറിച്ചും വീണ്ടെടുപ്പിൻ്റെ വിലയെക്കുറിച്ചുമുള്ള അറിവുള്ളവരായിരിക്കണം ദൈവമക്കളെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിനെ കുറിച്ച് നമുക്കറിയാം, യേശു ലോകരക്ഷിതാവാണെന്നറിയാം. എന്നാൽ പലപ്പോഴും നാം മറന്നു കളയുന്നത് നമ്മെ വീണ്ടെടുത്ത ആ വീണ്ടെടുപ്പിൻ്റെ വില നമ്മൾ പലപ്പോഴും മറന്നു കളയുന്നവരാണ്. എന്നാൽ ഈ 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൽ അതിൻ്റെ 19-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, അതിൻ്റെ 18 വാക്യം വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് അത്രയെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ പാപിയായിരുന്ന മനുഷ്യൻ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട പ്രധാന വസ്തുത, എന്നെ ദൈവം വീണ്ടെടുത്തു, പാപത്തിൽ നിന്ന് വീണ്ടെടുത്തു. ഇന്നുവരെയും പാപത്തിൽ നിന്ന് വീണ്ടെടുപ്പുണ്ടായിട്ടില്ലെങ്കിൽ വിലയില്ലാത്തവരാണ്, മാന്യതയില്ലാത്തവരാണ്, ഒന്നിനും പ്രയോജനമില്ലാത്തവരാ, നിത്യ നരകാഗ്നിയിലേക്ക് പോകേണ്ടവരാ. എന്നാൽ വിലയില്ലാത്ത നമ്മെ
വിലയുള്ളവരാക്കി മാറ്റിയതിൻ്റെ പിമ്പിൽ ഒരു വീണ്ടെടുപ്പുണ്ട്. അപ്പോൾ നമ്മെ വീണ്ടെടുപ്പവരായിരിക്കുന്ന ക്രിസ്തുവാകുന്നുള്ള അറിവ് നമുക്കുണ്ട്. നമ്മെ വീണ്ടെടുത്തത് മധ്യസ്ഥന്മാരല്ല, നമ്മെ വീണ്ടെടുത്തത് ഏതെങ്കിലും പുണ്യപ്രവൃത്തികൾ കൊണ്ടല്ല, നാം വീണ്ടെടുക്കപ്പെട്ടത് എന്തെങ്കിലും കാഴ്ചകൾ കൊണ്ടോ തീർത്ഥാടനങ്ങൾ നടത്തിയുള്ളതല്ല. എന്നാൽ നമ്മെ വീണ്ടെടുത്തത് ഒരു വില കൊടുത്തിട്ടാണെന്ന് വളരെ വ്യക്തമായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ നടപ്പിൽ നിന്ന് വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നമ്മൾ കഴിഞ്ഞു വന്ന കാലങ്ങളൊക്കെ വ്യർത്ഥമായിട്ട് ജീവിതം കാലം പോക്കിയവരായിരുന്നു. ഒരു പിതൃപാരമ്പര്യമുണ്ടായിരുന്നു. അതായത് ജനിച്ചു വരുന്ന അതിൻ്റെ വംശത്തിൻ്റെ പാരമ്പര്യത്തിൽ ജീവിച്ചു വന്നവരായിരുന്നു. എന്നാൽ അത് വ്യർത്ഥമായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം അതിൽ ഊറ്റം കൊണ്ടു കഴിഞ്ഞാൽ കല്ലറ കൊണ്ട് തീർന്നു പോകുന്നതാണ് അത് മുഴുവനും. ആ പിതൃപാരമ്പര്യത്തിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതെല്ലാം, അത് ഗുണമാകട്ടെ ദോഷമാകട്ടെ എന്താണെങ്കിലും ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. എന്നാൽ അതെല്ലാം തീർന്നു പോകുമ്പോൾ നമുക്കറിയാം അതുകൊണ്ട് ഗുണം യാതൊന്നുമില്ല. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായിരിക്കുന്ന ചടങ്ങുകളെല്ലാം നടത്തിപ്പോയാൽ ഒരു ഗുണവുമില്ലാതെ ഒതുങ്ങിപ്പോകും. അതുകൊണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഒരുപക്ഷെ അതിൽ ചില നന്മകൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും പലരും അതിൻ്റെ പിന്നാലെ പോകുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, സകല മനുഷ്യരും പാപികളായതുകൊണ്ട് പാപത്തിൻ്റെ പിതൃപാരമ്പര്യത്തിൽ പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ കഴിയത്തില്ല. ഒരു വിശുദ്ധ വഴിയെ ദൈവം കാണിച്ചു തന്നു. അത് കുഞ്ഞാടാം ദൈവത്തിൻ്റെ പുത്രനിലൂടെ ദൈവം തുറന്നു തന്നിരിക്കുന്ന വിശുദ്ധമായ വഴിയാണ്. അവൻ മുഖാന്തരമല്ലാതെ മറ്റൊരു പാരമ്പര്യങ്ങൾക്കും ഒരു മനുഷ്യനെ നീതീകരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് പരിശുദ്ധാത്മാവ് തുറന്നു തന്നപ്പോൾ നാം വ്യർത്ഥവും പിതൃപാരമ്പര്യമായിട്ടുള്ളതിനെ നാം മാറ്റിക്കളഞ്ഞിട്ട് വീണ്ടെടുപ്പുകാരായിരിക്കുന്ന ക്രിസ്തുവിൽ നമ്മൾ ആശ്രയിച്ചു. അപ്പോൾ അവിടെ പറയുകയാണ്, അങ്ങനെ ആശ്രയിച്ചപ്പോൾ വെറും വാക്കുകൊണ്ട് ദൈവം നമ്മളെ ശുദ്ധീകരിക്കുകയല്ല ചെയ്തത്. ഇതിൻ്റെ പിമ്പിൽ വലിയൊരു പ്രവൃത്തിയുണ്ട്. ചിലർ വിചാരിക്കുന്നത് പോലെ, ചിലരോട് സംസാരിക്കുമ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ എല്ലാ പാപങ്ങളും മാറ്റാൻ എത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമാണോ എന്നാണ്. പക്ഷേ എന്നാൽ പ്രിയപ്പെട്ടവരെ, നമുക്കത് അസാധ്യമായ കാര്യമാണ്. അതുകൊണ്ടാണ് ദൈവം അത് സാധ്യമാക്കി തീർത്തത്. നമുക്ക് നമ്മുടെ വിശ്വാസം എന്നുള്ളത് വെറുതെ എന്തെങ്കിലും വിശ്വസിക്കുകയല്ല ചെയ്തത്. നാം കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അവൻ 2000 വർഷം മുമ്പ് യാഗമായി തീർന്നത് നമ്മുടെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടിയാണ്, എൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ് കുഞ്ഞാടിൻ്റെ രക്തം ചിന്തപ്പെട്ടതെന്നുള്ളത് പഴയ നിയമത്തിൽ അവർ നിഴലായി നടത്തി വന്നത്. ആ പാരമ്പര്യങ്ങൾ, പിതൃപാരമ്പര്യങ്ങൾ അതിൽ നിന്ന് വീണ്ടെടുത്തുകൊണ്ട് പുതിയ നിയമത്തിൽ പൊരുളായിട്ടുള്ളത് പ്രസ്താവിച്ചപ്പോൾ പറഞ്ഞു, ആടുകളുടെയും കാളുകളുടെയും രക്തം കൊണ്ടല്ല എന്നത് വെളിപ്പെടുത്തിക്കൊണ്ട് യേശുക്രിസ്തു എന്ന നിർദോഷവും കുഞ്ഞാടിൻ്റെ നിഷ്കളങ്കവുമായ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇതേക്കുറിച്ചാണ് പത്രോസ് അപ്പോസ്തലൻ പറയാനുള്ളത്. വീണ്ടെടുപ്പിനെക്കുറിച്ചും വീണ്ടെടുപ്പിൻ്റെ വിലയെക്കുറിച്ചും വളരെയധികം നിശ്ചയമുള്ളവരും അറിവുള്ളവരുമായിരിക്കണം ഞാനും നിങ്ങളും. അപ്പം നമുക്ക് വിലയേറിയ ഒരു കാര്യം നമ്മുടെ കൈവശമുണ്ടെങ്കിൽ നാം എത്രമാത്രം അതിനെ സൂക്ഷിക്കും, അല്ലേ? വിലയേറിയൊരു കാര്യം നമ്മുടെ കൈവശമുണ്ടെങ്കിൽ നാം അതിനെ നിസ്സാരമായി കണക്കാക്കത്തില്ല. എന്നാൽ പലപ്പോഴും നമ്മൾ ഭൗതികമായ പല കാര്യങ്ങളെയും വളരെ സൂക്ഷിച്ചു വയ്ക്കുന്നവരാ. നമ്മുടെ കൈവശം ഒരു വിലയേറിയൊരു സാധനമുണ്ടെങ്കിൽ വളരെയധികം നമ്മളതിനെ കെയർ ചെയ്യും. വീട്ടിൽ തന്നെയാണെങ്കിലും എത്രമാത്രം കെയറിങ് ആയിരിക്കും കൊടുക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന ആത്മാവിനെ വീണ്ടെടുത്തിരിക്കുന്ന കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്തിൻ്റെ വില പലർക്കും അറിയാത്തത് കൊണ്ട്, അതിനെ സൂക്ഷിക്കാത്തത് കൊണ്ടാണ് പാപം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നത്. അതുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ അതുപോലെ യോഹന്നാനൊക്കെ ഓർപ്പിക്കുകയാണ്, നമ്മൾ അറിയുന്നവരായിരിക്കണം. കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടാണ് നമ്മെ വീണ്ടെടുത്തത്. അതുകൊണ്ട് അത് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിലുള്ളത് കൊണ്ട് ഇന്ന് പകൽ പറയണം, നാം മാന്യരായി തീർന്നു. വിലയേറിയത് എൻ്റെ ജീവിതത്തിലുണ്ട്. എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നത് ആദമിക പാപത്തിൻ്റെ രക്തമായിരുന്നു. ആ ജീവനായിരുന്നു ഒഴുകിക്കൊണ്ടിരുന്നത്. ഞാൻ മരണത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നവനായിരുന്നു. എന്നാൽ അതിൽ നിന്ന് എന്നെ ജീവന്റെ വഴിയിലേക്ക് മാറ്റി ജീവനദിയിലേക്ക്, ആ നദിയിലേക്ക് കൊണ്ടുവന്നത് കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടാകുന്നു എന്നുള്ള യഥാർത്ഥമായ തിരിച്ചറിവുണ്ടാകുമ്പോൾ ആ വിലയേറിയ രക്തത്തെ ഓർത്തുകൊണ്ട് വേണം നാം ജീവിക്കുവാൻ. അങ്ങനെയാണെങ്കിൽ യോഹന്നാൻ പറഞ്ഞിരിക്കുന്ന പോലെ ആർക്കും പാപം ചെയ്യുവാൻ കഴിയത്തില്ല. അപ്പോൾ ഈ ഒരു അറിവില്ലെങ്കിൽ, വിലപിടിപ്പുള്ള ഏറ്റവും വിലയേറിയ കുഞ്ഞാടിൻ്റെ രക്തത്തെക്കുറിച്ചുള്ള വിലയേറിയ അറിവ് നമുക്കുണ്ടെങ്കിൽ
നാം നമ്മെ തന്നെ സൂക്ഷിക്കും. ഇപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. അപ്പോൾ ലോകത്തിൽ ദുഷ്ടതയും പാപവും ഉണ്ടാകുമ്പോൾ അത് ഏത് സ്ഥലത്ത് ജീവിച്ചാലും, എത്ര പോരാട്ടമുള്ള മണ്ണിൽ ജീവിച്ചാലും, ഇന്ന് പകൽ സമയം ഈ വചനത്തിന്റെ ആധികാരികതയിൽ പറയണം, അതെ, എന്നെ ശുദ്ധീകരിച്ച് കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ജീവന്റെ ശക്തി എന്നിൽ ഉള്ളത് കൊണ്ട് പാപം ചെയ്യുവാൻ അത് സമ്മതിക്കുകയില്ല. അതുപോലെ തന്നെ ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കുവാൻ ദൈവാത്മാവ് എനിക്ക് ബുദ്ധി ഉപദേശിക്കുന്നു. ദുഷ്ടൻ എന്നെയോ എൻ്റെ തലമുറകളെയോ തൊടുകയില്ല. അപ്പോൾ ഈ വിശ്വാസമുണ്ട്. കാരണം വിലയേറിയ ശക്തിയുള്ള ദൈവത്തിന്റെ വചനത്താൽ നാം വീണ്ടെടുക്കപ്പെട്ട് കുഞ്ഞാണ്ടിന്റെ രക്തത്താൽ നാം എപ്പോഴും വിലയ്ക്ക് വാങ്ങപ്പെട്ടതായതുകൊണ്ട് ദൈവത്തിന്റെ വിലയേറിയവരെ തൊടുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. അതുകൊണ്ട് പറയുന്നത് ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. ഇന്ന് ഈ ഒരു തിരിച്ചറിവുണ്ടായിരിക്കണം. ദുഷ്ടൻ തൊടാത്ത ഒരു ജാതി ഉണ്ടെങ്കിൽ അത് യേശുവിന്റെ രക്തത്താൽ വിടുതൽ പ്രാപിച്ച ദൈവമക്കളാണ്. എത്ര പേർ കരമുയർത്തി പറയാൻ സാധിക്കും, എന്നെ ദുഷ്ടനെ തൊടാൻ കഴിയത്തില്ല, കാരണം നിത്യമരണമാകുന്ന പൈശാചികന്റെ ആ ശക്തിയിൽ നിന്നെ വിടിവിച്ച കുഞ്ഞാടിന് നിത്യജീവന്റെ ശക്തി എന്നിലുണ്ട്. അതുകൊണ്ട് ദുഷ്ടപിശാചെ നിനക്കെന്നെ തൊടാൻ കഴിയത്തില്ല. അതുകൊണ്ട് അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്തിന്റെ മുദ്രയുള്ളത് കൊണ്ടാണ്. ഈ ഒരു അറിവ് നമുക്കുണ്ടായിരിക്കണം. ഏത് ഇരുളും നിറഞ്ഞ സ്ഥലത്തും, ഏത് പൈശാചിക മണ്ഡലങ്ങളിലും പോരാട്ടങ്ങളിലും നാം കടന്നു പോകുമ്പോൾ, പാപം നിറഞ്ഞ ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ വചനം എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം, അറിവുണ്ടായിരിക്കണം. ഞാൻ പാപിയായിരുന്നു, എന്നെ വീണ്ടെടുത്ത വിലയേറിയ രക്തം എന്നിൽ ഉണ്ട്. അതുകൊണ്ട് ആ ജീവന്റെ ശക്തി ഉള്ളത് കൊണ്ട് മരണത്തിന്റെ ശക്തിയായിരിക്കുന്ന സാത്താനോ അവന്റെ ശക്തികൾക്കോ എന്നെ തൊടുവാൻ കഴിയത്തില്ല. ഞാൻ എന്നെ തന്നെ എന്നും വെടിപ്പാക്കി സൂക്ഷിച്ച് ദൈവഭയത്തിൽ വിശുദ്ധിയിൽ തികയ്ക്കുന്ന ജീവിതമാണ് നയിക്കുന്നെങ്കിൽ ശത്രുവിന് നമ്മെ തൊടുവാൻ കഴിയത്തില്ല. ഈ ഒരു അറിവ് ഈ വർഷത്തിന്റെ പ്രാരംഭ മാസത്തിൽ തന്നെ ഉണ്ടായിരിക്കണം. അതെ, നമ്മളോട് പോരാടി നിൽക്കും, പക്ഷെ ദൈവം അനുവദിക്കാതെ നമ്മെ അവനെ അടുത്ത് വരാൻ കഴിയത്തില്ല. യോബിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നം ഉണ്ടായത് കഥ പറഞ്ഞു, നീ അവന്റെ പ്രാണനെ തൊടരുതെന്ന് പറഞ്ഞു. കാരണം അവന് പ്രാണനെ തൊടാം, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കാതെ സമ്മതിക്കത്തില്ല. അതിൻ്റെ അർത്ഥം സാത്താന് നമ്മെ തൊടാൻ കഴിയത്തില്ല, അവന്റെ പാപം നമ്മളിൽ വെക്കാൻ കഴിയത്തില്ല. അതാണ് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത്. അവന്റെ പാപത്തെ നമ്മളെ അടിമകളാക്കാൻ കഴിയത്തില്ല. വിട്ടുപോന്ന പാപത്തിന് നമ്മെ അടിമകളാക്കാൻ സാത്താന് കഴിയാതിരിക്കുന്നത് കുഞ്ഞാടിന്റെ വിലയേറിയ ജീവന്റെ ശക്തി നമ്മൾ വ്യാപരിക്കുന്നുണ്ട്. നമ്മുടെ സ്വന്തം കഴിവുകൊണ്ടല്ല, നാം ആ വിശ്വാസത്തിൽ ജീവിക്കുന്നത് കൊണ്ട്, പ്രത്യാശിക്കുന്നതുകൊണ്ട് നമുക്കതിനെ ജയിപ്പാനായിട്ടുള്ള കൃപ നൽകിയിരിക്കുന്നു എന്നുള്ളത് ഇന്ന് ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലായി. അതിൻ്റെ പല ഭാഗങ്ങളിലും അങ്ങനെ നാം ജയിച്ചവരാണ് എന്നുള്ളത് അറിവോടെ നമുക്കുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ 2-ാം അധ്യായത്തില് 13-ാം വാക്യത്തിൽ പിതാക്കന്മാരെ ആദ്യം മുതലുള്ളവനെ നിങ്ങൾക്ക് എഴുതുന്നു, പിതാക്കന്മാരെ നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുക, ഞങ്ങൾക്ക് എഴുതുന്നു. കുഞ്ഞുങ്ങളെ നിങ്ങൾ പിതാവിനെ അറിഞ്ഞിരിക്കുക, ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. പിതാക്കന്മാരെ ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ബാല്യക്കാരെ നിങ്ങൾ ശക്തരാകിയാലും ദൈവം നിങ്ങൾ വസിക്കിയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അങ്ങനെ അറിഞ്ഞിരിക്കുന്ന ഒരു ജനതയ്ക്ക് വേണ്ടി, വിശ്വാസ സമൂഹത്തിന് വേണ്ടി എന്താണ് എന്നുള്ളത് വളരെ അക്കമിട്ട് നിരത്തി രേഖപ്പെടുത്തുമ്പോൾ, ഒരു ലേഖനം എഴുതി അത് അവസാനിപ്പിക്കുമ്പോൾ അതിൻ്റെ പ്രധാന പോയിന്റുകളെ അവസാനിപ്പിക്കും. നമുക്കൊക്കെ അറിയാം, എസ് ഒക്കെ എഴുതുന്ന സമയത്ത് അതിൻ്റെ സ്റ്റാർട്ടിംഗ് ഉണ്ട്, കണ്ടന്റ് ഉണ്ട്, അവസാനം അത് കൺക്ലൂഷനുണ്ട്. സ്റ്റാർട്ടിങ്ങും ഫിനിഷിങ്ങും വായിക്കുമ്പോൾ അതിൻ്റെ പ്രധാന സബ്ജക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ചിലർക്ക് അത് ഫലിപ്പിക്കാൻ കാണത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ ഓരോ പുസ്തകങ്ങൾ വായിക്കുമ്പോഴും അതിൻ്റെ ലേഖനങ്ങൾ എഴുതി വരുമ്പോൾ അവസാനം അത് എഴുതി തീർക്കുന്നത് പറഞ്ഞു വന്ന വിഷയങ്ങളുടെ എല്ലാ കാര്യങ്ങളെയും എടുത്ത് ആകത്തുക വെളിപ്പെടുത്തിക്കൊണ്ടാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നാം അറിഞ്ഞിരിക്കുന്നത്, അത് നാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു എന്ന് നാം അറിഞ്ഞിരിക്കുന്നു. വിശ്വാസികളായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അറിവുണ്ടായിരിക്കണം, ഞാൻ സത്യവചനത്താൽ ജനിച്ചിരിക്കുന്നു. അതുകൊണ്ട് സത്യം എന്നിൽ ഉള്ളത് കൊണ്ട് പാപത്തിന് എന്നെ തൊടാൻ കഴിയത്തില്ല, ദുഷ്ടന് എന്നെ തൊടാൻ കഴിയത്തില്ല.
നാം നമ്മെ തന്നെ സൂക്ഷിക്കുന്നവരാകുന്നു എന്നുള്ളതാണ് ഏറ്റവും അധികമായി അറിഞ്ഞിരിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഭൗതിക ജീവിതത്തിന്റെ വിടുതലിന് വേണ്ടി നമ്മൾ ഒരുപാട് പരക്കം പായുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ നാം കരുതേണ്ട കാര്യത്തിന് വേണ്ടി പലപ്പോഴും പ്രാർത്ഥന കുറഞ്ഞു പോകുന്നു, അത് ഇല്ലാതായിത്തീരുന്നു. കാരണം നമ്മളെ കൊണ്ട് അത് പ്രാർത്ഥിപ്പിക്കാതിരിക്കാൻ, അതിനുവേണ്ടി ജീവിക്കാതിരിക്കാൻ വേണ്ടി പല വിഷയങ്ങളിട്ട് നമ്മുടെ മനസ്സിനെ വല്ലാതെ കലക്കിക്കളയുമ്പോൾ, ഇന്ന് അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ വേണ്ടി ദൈവവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട്, കുഞ്ഞാടിന്റെ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട്, അത് എന്നിലുള്ളത് കൊണ്ട്, ജയത്തിന്റെ ശക്തിയാണ് എന്നിലുള്ളത്, എൻ്റെ കുടുംബത്തിലുള്ള യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയെ, അതുകൊണ്ട് എൻ്റെ ഭൗതിക മണ്ഡലത്തിലുള്ള ഏത് വിഷയത്തിലും ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസത്തിലേക്ക് ഞാൻ കടന്നു വരുന്നതായിരിക്കും. എന്നാൽ എന്താണ് അടിസ്ഥാനപരമായ ഒരു വിശ്വാസം അറിഞ്ഞിരിക്കേണ്ടതിനെ കുറിച്ചാണ് പ്രാരംഭത്തിൽ ദൈവാത്മാ നമ്മെ ഓർപ്പിക്കുന്നത്. എന്താ അറിഞ്ഞിരിക്കേണ്ടത്? ദൈവത്തിന്ന് നാം ജനിച്ചിരിക്കുന്നു, അതുകൊണ്ട് പാപം ചെയ്യുന്നില്ല. ഇന്ന് ലോകത്തിൽ പലരും ചോദിക്കും, പാപം ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു വലിയ ചോദ്യമാണ്. പക്ഷേ കൃപയാൽ പറയണം, ദൈവത്തിൻ്റെ കൃപയാൽ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഞാൻ പാപം ചെയ്യുന്നില്ല. കാരണം ദൈവത്തിൻ്റെ കൃപ എൻ്റെ മേൽ ഉള്ളത് കൊണ്ട്, എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കുന്നത് കൊണ്ട്, ദുഷ്ടന് കടന്നു വരുവാൻ വഴി ഇല്ലാത്തത് കൊണ്ട്, പാപമില്ലാതെ ജീവിപ്പാൻ ദൈവം കൃപ തരുന്നുവെന്ന് പറയുവാനുള്ള സാക്ഷ്യമാണ് യഥാർത്ഥമായ ക്രിസ്തീയ സാക്ഷ്യം. എന്താ യഥാർത്ഥമായ സാക്ഷ്യം? പാപിയായിരുന്നു എന്നെ ദൈവം ശുദ്ധീകരിച്ചു. ആ ശുദ്ധീകരണത്തിന്റെ ശക്തി എന്നെ നിലനിൽക്കുന്നത് കൊണ്ട്, എന്നെ തന്നെ സൂക്ഷിക്കുവാൻ ദൈവം എനിക്ക് വിവേകം തന്നതുകൊണ്ട്, ഞാൻ അതിൽ നിലനിൽക്കുന്നത് കൊണ്ട്, ഞാൻ പാപത്തിന് അടിമയല്ല എന്ന് പറയുവാൻ കഴിയുമെങ്കിൽ അതാണ് ഈ ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന സാക്ഷ്യം. നമുക്ക് നമ്മുടെ വാക്കിനെയും നാവിനെയും പ്രവൃത്തിയെയും ചിന്തകളെയും നിയന്ത്രിക്കുവാൻ കഴിയുമെങ്കിൽ അവരാണ് യഥാർത്ഥത്തിൽ ജയാളികളായിരിക്കുന്നവർ. നമുക്കതിന് ദൈവം കൃപ നൽകുമാറാകട്ടെ. നാം പലപ്പോഴും തെറ്റിപ്പോകാറുണ്ട്, വാക്കിൽ തെറ്റിപ്പോകാറുണ്ട്. എന്നാൽ അതിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുവാൻ വേണ്ടി യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുള്ളൂ. അതേക്കുറിച്ച് ഞാനിവിടെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഈ ഒരു സാക്ഷ്യം പ്രസ്താവിക്കുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ടത്, ഞാൻ വേഗത്തിൽ പറയാം, നാം പാപികളായിരുന്നു. എന്നാൽ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന ക്രിസ്തു മുഖാന്തരം, ലോകരക്ഷിതാവായിരിക്കുന്ന യേശു ക്രിസ്തു മുഖാന്തരം അവനെ അറിഞ്ഞതുകൊണ്ട് എൻ്റെ പാപത്തിൽ നിന്ന് എനിക്ക് മോചനം ലഭിച്ചു. അവനിൽ ഞാൻ വീണ്ടും ജനിച്ചതുകൊണ്ട് ഞാൻ പാപം ചെയ്യുന്നില്ല. അതുകൊണ്ട് ദുഷ്ടൻ എന്നെ തൊടാതെ വണ്ണം ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കുന്നു. നമ്മൾ അങ്ങനെ ജീവിച്ചാൽ നമ്മുടെ തലമുറകൾ അത് കണ്ട് മനസ്സിലാക്കും, മറ്റുള്ളവർക്ക് അത് മനസ്സിലാകും. അതെ, ഇവരൊരു വ്യത്യാസമുണ്ടല്ലോ. ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ പ്രദർശിപ്പിക്കുന്നതിനായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ നടപ്പിലും പ്രവൃത്തിയിലും ചിന്തകളിലും ഒരു വലിയ മാറ്റം വരുത്തി പുതുവർഷത്തിൽ നമ്മെ ഒരു മാറ്റത്തിലൂടെ നയിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും അറിവുള്ളവരായി തീരുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിക്കുന്നു. രണ്ടാമത് പറയുന്നത്, നാം ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് നാം അറിയുന്നു. അങ്ങനെ ദൈവത്തിൽ നിന്ന് ജനിച്ചെങ്കിൽ പിന്നെ നമ്മൾ ലോകത്തിലുള്ളവരല്ല, സാധാരണയുള്ളവരല്ല, ദൈവത്തിനുള്ളവരാകുന്നു എന്ന് നാം അറിയുന്നു. അല്ലേ? നമ്മൾ ദൈവത്തിനുള്ളവരാ, ക്രിസ്തുവിനുള്ളവരാണ്. യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, അവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, എനിക്കുള്ളവയെ ഞാൻ അറിയുകയും അവ എന്നെ അറിയുകയും ചെയ്യുന്നു, അവ എൻ്റെ ശബ്ദം കേട്ട് എന്നെ അനുഗമിക്കുന്നു. അങ്ങനെ അറിയുന്ന ഒരു തലത്തിലേക്ക് നമ്മളെ മാറ്റി. അതുവരെയും ഇടയനാരാന്ന് അറിയത്തില്ലായിരുന്നു. നല്ല ഇടയനായിരിക്കുന്ന ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ നാം അവൻ്റെ തൊഴുത്തിൽപ്പെടുവാൻ ഇടയാറ്റുന്നു. കർത്താവ് പറഞ്ഞു, ഈ തൊഴുത്തിൽപ്പെടാത്ത വേറെ ആടുകളും എനിക്കുണ്ടെന്ന് പറഞ്ഞു. നമ്മെ നോക്കിയ കർത്താവ് എന്ന് പറഞ്ഞത്, അവൻ്റെ ശബ്ദം കേൾക്കുവാൻ ഭാഗ്യമില്ലാതിരുന്ന നമ്മെ വേറെ തൊഴുത്തുകളിലായിരുന്നു. പല തൊഴുത്തുകൾ, പല ഇടയന്മാരാൽ നയിക്കപ്പെട്ടതായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ ഏക ഇടയനാകുന്ന, സത്യ ഇടയനാകുന്ന, ജീവന്റെ ഇടയനാകുന്ന ക്രിസ്തുവിലേക്ക് നമ്മെ കൊണ്ടുവന്നത് ഈ അറിവാണ്. അതുകൊണ്ട് അവൾ പറയുന്നത്, നാം ദൈവത്തിൽ നിന്നുള്ളവരാ എന്ന് നാം അറിയുന്നു. അപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ദൈവത്തിനുള്ളവനാണ്. അപ്പോൾ അങ്ങനെ ഒരു അറിവുണ്ടായിരിക്കണം, ഞാൻ ദൈവത്തിനുള്ളതാണ്, എൻ്റെ കുടുംബം ദൈവത്തിനുള്ളതാണ്. ഒരുപക്ഷെ എല്ലാവരും വിശ്വാസമായിരിക്കത്തില്ലായിരിക്കാം, വിശ്വാസ തികവിലേക്ക് വന്നിട്ടില്ലായിരിക്കാം. എന്നാൽ ഇന്ന് പകൽ സമയം നമുക്ക് അധികാരത്തോടെ പറയാൻ സാധിക്കും, പ്രാർത്ഥിക്കാൻ സാധിക്കും, ദൈവമേ, ഞാൻ നിന്നിൽ നിന്ന് ജനിച്ചതുകൊണ്ട്, ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കുന്നതുകൊണ്ട്, പാപം ചെയ്യാതെ എന്നാൽ ആവോളം നിന്റെ കൃപയിൽ ജീവിക്കുന്നതുകൊണ്ട്,
ദുഷ്ടന് എന്നെ തൊടാൻ കഴിയാത്തതുപോലെ എൻ്റെ തലമുറകളുടെ മേലും തൊടുവാൻ അവന് അധികാരമില്ല. കാരണം യേശു ക്രിസ്തുവിന്റെ വചനം അങ്ങനെയാ പറയുന്നത്, കർത്താവായ യേശു വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുന്ന കർത്താവ് പറയുന്നത്. അതുകൊണ്ട് വചനത്തിൽ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കണം. നാം ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു എന്നറിയുന്നത് കൊണ്ട് എന്നിൽ നിന്ന് ജനിക്കപ്പെട്ടതും എൻ്റെ പ്രിയപ്പെട്ടവരും ദൈവത്തിനുള്ളവരാകുന്നു എന്ന് നാം അറിഞ്ഞ് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് നിരാശപ്പെട്ട് പ്രാർത്ഥിക്കുകയല്ല, നാം ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു എന്ന് നാം അറിയുന്നത് പോലെ നമ്മിൽ നിന്ന് ഉള്ളവരും അവരും ദൈവത്തിലുള്ളവരാണ് എന്നുള്ള അറിവോടുകൂടെ പ്രാർത്ഥിക്കണം. ഒരുപക്ഷെ പ്രത്യക്ഷമായിട്ട് അവരാരും ദൈവത്തിനുള്ളവരല്ലെങ്കിലും ഇന്ന് പകൽ സമയം ഒരുപക്ഷെ വേദനപ്പെടുത്തുന്ന, മറ്റുള്ള വിശ്വാസം വരാത്തതിന്റെ വേദന പേറുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ സമയം ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുക, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. നാം ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കർത്താവേ, ഞാൻ നിനക്കുള്ളതായതുപോലെ എനിക്കുള്ളവരും നിനക്കുള്ളവരാകണമേ എന്ന് ഇന്ന് ഈ ദിവസം പ്രാർത്ഥിക്കുക. ദൈവാത്മാവ് പ്രവർത്തിക്കാൻ പോകുക അറിവാണ് പരിശുദ്ധാത്മാവ് നൽകുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നാം ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു എന്ന് നാം അറിയുന്നു. അതുകൊണ്ട് നമുക്കുള്ളവരും ദൈവത്തിനുള്ളവരായി തീരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സർവ്വലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു, ദൈവത്തിൽ വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. ഇവിടെയാണ് ദൈവത്തിൽ വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നു, നമ്മളെ വിവേകമുള്ളവരാക്കി മാറ്റി. ഇപ്പൊ ലോകം ഒരുപക്ഷെ പറയും നാം വിവേകമില്ലാത്തവരാണെന്ന്, അവർ പറയും നമ്മൾ ബുദ്ധിയില്ലാത്തവരാണ്, ബോഷന്മാരാണെന്ന്. വരാൻ പോകുന്ന ഒരു കാലത്തിന് വേണ്ടി കാത്തിരുന്ന് ഈ ലോക ജീവിതത്തെ ത്യജിച്ചു കളയുന്നവരാണെന്ന് ഒരുപക്ഷെ പറയും. പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല. യഹോഭക്തി ഇപ്പോഴുള്ളതിൻ്റെയും വരുവാനുള്ളതിൻ്റെയും പ്രതികൂലമുള്ളതാണ്. വിശ്വാസി വന്നതിൻ്റെ പേരിൽ ഈ ലോകം ത്യജിച്ചു കളയാനൊന്നും കർത്താവ് പറഞ്ഞിട്ടില്ല. ഇവിടെ നമുക്ക് ജീവിക്കാനുള്ള വിവേകം ദൈവം തന്നിട്ടുണ്ട്. അതുപോലെ വരാനുള്ള ലോകത്തെക്കുറിച്ചുള്ള വിവേകം ദൈവം നമുക്ക് തന്നിരിക്കുന്നത് കൊണ്ടാണ് നാം പാപം ചെയ്യാതെ വിശുദ്ധിയിൽ ദൈവസന്നിധിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് പറയുന്നത്, സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നുവെന്നും നാം അറിയുന്നു. ദൈവത്തിന് വന്നു, ആ വന്നത് ഇന്ന് അനേകർക്ക് അറിയാതിരിക്കുമ്പോൾ നമുക്കതറിയാൻ ഭാഗ്യം ലഭിച്ചു. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ തലമുറകൾക്ക് അറിയാൻ ഭാഗ്യം ലഭിച്ചതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ വിവേകം ആർക്കെങ്കിലും ലഭിച്ചിട്ടില്ലെങ്കിൽ അത് ലഭിക്കാൻ വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു എന്നുവെന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിന് അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ ആകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്ന കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞാണ് ഒന്നാമത്തെ ലേഖനം യോഹന്നാൻ അപ്പോസ്തലൻ പൂർത്തീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങൾ വേഗത്തിലൊന്നുകൂടെ ഞാൻ പറയാം. ഒന്ന്, നമുക്കൊരു അറിവുണ്ടായിരിക്കണം, ദൈവത്തിൽ നിന്ന് ജനിച്ചതാണ്. അതുകൊണ്ട് പാപം ചെയ്യാൻ നമുക്ക് സാധിക്കത്തില്ല. പാപത്തോട് നാം ഒരിക്കലും ചേരുന്നവരല്ല. തന്നെത്താൻ സൂക്ഷിച്ച് ജീവിച്ചാൽ ദുഷ്ടൻ നമ്മെ തൊടാൻ കഴിയത്തില്ല. അടുത്തത്, നാം ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. അതുപോലെ സർവ്വലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുമ്പോൾ, ദുഷ്ടന്റെ അധീനത ഉള്ളപ്പോൾ ദൈവത്തിന്റെ കൃപയാൽ ഇത് നമ്മെ വേർതിരിച്ച് അവനുള്ളതാക്കി അവന്റെ കൈക്കിൽ ആടുകളാക്കി മാറ്റിയ ദൈവത്തിന്റെ സ്നേഹത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യണം. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന് വന്നു എന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നുവെന്നും നാം അറിയുന്നു. ആ വിവേകവും അറിവും നമുക്കുള്ളത് കൊണ്ട് ഞാൻ ദൈവത്തിന് ഇന്ന് പകൽ സമയം ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ അറിവ് പുതിയ നിയമത്തിൽ സുവിശേഷത്തിലൂടെ അജ്ഞരായിരിക്കുന്നവരെ ജ്ഞാനികളാക്കിക്കൊണ്ട് വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നും അതറിയാത്ത ഒരുപാട് പേര് ലോകത്തിലുണ്ട്. അതുകൊണ്ട് അവർക്ക് അത് അറിയാൻ കഴിയാതിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ലോകം അറിഞ്ഞിട്ടില്ല എന്ന് യോഹന്നാൻ സുവിശേഷം 1-ാം 10-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 1-ാം 31-32 വാക്യങ്ങളിൽ സ്വന്തക്കാരായിരിക്കുന്ന ഇസ്രായേലിനെ അറിയാൻ കഴിയാതെ പോയി. അപ്പോൾ പലർക്കും അറിയാതിരിക്കുമ്പോൾ അറിയാൻ സാധിച്ച ഒരു ഭാഗം ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുമ്പോൾ മറുഭാഗത്തുള്ളവർ ഇന്നും അവര് അജ്ഞതയിലായിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ കൃപയാൽ നമുക്ക് പറയാൻ സാധിക്കും, ലോകം അറിഞ്ഞിട്ടില്ലെങ്കിലും ദൈവകൃപയാൽ നാം അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, ദൈവത്തിന് വന്നുവെന്നും സത്യത്തെ അറിവാൻ നമുക്ക് വിവേകം തരികയും ചെയ്തപ്പോൾ യോഹന്നാൻ സുവിശേഷം എഴുതിയ 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറഞ്ഞു, ലോകം അവനെ അറിഞ്ഞില്ല. 1-ാം അധ്യായം 31-32 വാക്യങ്ങൾ വായിക്കുമ്പോൾ പറയുകയാണ്, അവൻ സ്വന്തമായത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല എന്നുള്ളത് അവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ലോകത്തിന് മനസ്സാകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരമാണ്,
അതുകൊണ്ട് ഞാൻ ലോകത്തിലുണ്ടായിരുന്ന ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. എന്നിട്ട് പറയാണ്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഞാൻ ഒരു പ്രത്യേക ഒരു സന്ദേശം, ഒരു പ്രത്യേക തിരിച്ചറിവെന്ന് ഈ പകൽ സമയം ഈ ദൂതിലൂടെ നൽകാൻ ആഗ്രഹിക്കുക. എന്താണ് വിശ്വാസത്തിൽ ആരംഭിച്ച ദൈവമക്കൾ എന്തായി തീരും എന്നുള്ളത് അറിവ് നാം ഉണ്ടായിരിക്കണം. നാം വിശ്വസിച്ചപ്പോൾ ദൈവമക്കളെ ആയിട്ടുള്ളൂ. വിശ്വാസത്തിൽ നാം കുഞ്ഞുങ്ങളാണ് ആയിട്ടുള്ളത്. എന്നാൽ ദൈവമക്കളായിരിക്കുന്നവർ എങ്ങനെയാണ് അവരുടെ ജീവിതത്തിന് മാറ്റം വരുന്നത്, എന്തായി തീരുമെന്നുള്ള അറിവ് കൂടി നമുക്കുണ്ടായിരിക്കണം. അതായിരിക്കും മുഖ്യമായിരിക്കുന്ന സന്ദേശം. നാം വിശ്വസിച്ചപ്പോൾ ദൈവമക്കളായി തീർന്നു. നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ നാം ദൈവമക്കൾ, ആ വിശ്വാസത്തിന്റെ ആരംഭത്തിൽ തുടങ്ങിയ ദൈവമക്കൾ എന്നുള്ള പദവിയിൽ അല്ല ദൈവം നമ്മളെ കാണാൻ പോകുന്നത്. അത് അറിയാനുള്ള ഭാഗ്യം കൂടി ദൈവം നൽകണം. അതാണ് ഇന്നത്തെ മുഖ്യ സന്ദേശം. അതിലേക്ക് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ലോകമറിയാത്തത്, സ്വന്തക്കാർ അറിയാത്തതിനെ, അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ അവസാന പ്രവാചകനും പറയുക, ഞാനോ അവനെ അറിഞ്ഞില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു, ഞാനോ അവനെ അറിഞ്ഞില്ല. അതിന്റെ 32-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു, ഞാനോ അവനെ അറിഞ്ഞില്ല. പഴയ നിയമത്തിന്റെ പ്രവാചകന്മാർക്ക് അറിയേണ്ടതുപോലെ അറിയാൻ യേശുവിനെ അറിയാൻ കഴിഞ്ഞില്ല. കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വേണ്ടതുപോലെ അവർ വ്യാപരിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ സ്നാപകൻ ഇടറിപ്പോയത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുവാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളാകുന്ന നമുക്ക് എത്രമാത്രം വലിയ സന്തോഷമുണ്ടായിരിക്കണം. അപ്പോൾ ദൈവത്തെ, അവന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ അറിയാത്തവർ പലരുമുണ്ടെങ്കിലും ഇന്ന് പകൽ സമയം അവനെ അറിയേണ്ടതുപോലെ അറിയുവാനുള്ള ഭാഗ്യം ലഭിച്ചവർക്കായി അത് വെളിപ്പെടുത്തി ദൈവത്തിന് വെളിപ്പെടുത്തുവാനിടയെ തീർന്നു. അതിന്റെ 1-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 26-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞാനൊന്ന് വേഗത്തിൽ വായിച്ചിട്ട് അത് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ നിങ്ങൾ അറിയാത്തൊരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്. യേശുവിനെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളറിയാത്ത, ലോകമറിയാത്ത, ഓ യഹൂദ ജനമേ, നിങ്ങളറിയാത്ത ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്. അവനെ എനിക്കറിയേണ്ട പോലെ അറിയാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷേ എന്നോട് ശുശ്രൂഷ ചെയ്യാൻ പറഞ്ഞ് ഞാൻ ചെയ്തിട്ടേ ഉള്ളൂ. നിങ്ങൾ അറിയാത്ത ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് പകൽ സമയം ലോകം അറിയാത്ത, യഹൂദൻ അറിയാത്ത ഒരുവൻ പലരുടെയും ഇടയിൽ നിൽക്കുന്നുണ്ട്. അറിയാതെ നിൽക്കുമ്പോൾ ലോകമറിയാത്തതിനെയും യഹൂദനറിയാത്തതിനെയും അറിയുന്ന ഒരു ജനം ഈ ലോകത്തിലുണ്ട്. അവരാണ് യേശുവിന്റെ സാക്ഷികളായി, ഈ ക്രിസ്ത്യാനികളായി അറിയപ്പെടുന്നവർ. ലോകം അവനെ അറിഞ്ഞിട്ടില്ല, യഹൂദൻ അവനെ അറിഞ്ഞിട്ടില്ല. യേശു എന്തിനു വന്നെന്നോ യേശുവിന് എന്തിനു വരുമെന്നോ അറിയാതിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് തുറന്നു തന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ചും വരുവാനുള്ളതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് തരുവാനിടയാത്തന്നല്ലോ. ലോകമറിയാതെ ഇന്നും യേശുവിന്റെ പേര് നിലനിൽക്കുന്നുണ്ട്, മതങ്ങളിൽ നിൽക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ യഹൂദനും അവന്റെ യേശു എന്ന പേരിൽ അവനും അവിടെ ടൂറിസം നടത്തുന്നുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, പലരും ടൂറിസത്തിനും പല കാര്യങ്ങൾക്ക് വേണ്ടി യേശുവിന്റെ നാമം ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി അല്ല ക്രിസ്തുവിനെ അറിഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഇടയിൽ പാർക്കുന്ന, നമ്മുടെ ഉള്ളിൽ വസിക്കുന്നവനെയാണ് നാം അറിഞ്ഞിരിക്കുന്നത്. ഈ നിങ്ങളറിയാത്ത ഒരുവൻ നിൽക്കുന്നുള്ളത് പറഞ്ഞപ്പോൾ അവൻ ആരാണെന്ന് കർത്താവ് പല സന്ദർഭം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവനെ അറിയാവുന്നവർ അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. കാനാവിലെ കല്യാണത്തിൽ അടയാളങ്ങളുടെ ആരവമായി ചെന്നപ്പോൾ അവിടെ അവനെ ഉദരത്തിൽ വഹിച്ച യേശുവിന്റെ അമ്മയ്ക്കറിയാമായിരുന്നു ഇവനോട് പറഞ്ഞാൽ അസാധ്യങ്ങളെ സാധ്യമാക്കുമെന്ന്. കാനാവിലെ വീട്ടിലുള്ളവർക്ക് അറിയത്തില്ലായിരുന്നു, ആ യേശു ആരാണെന്ന് അറിയത്തില്ലായിരുന്നു. എന്നാൽ അടയാളം പ്രവർത്തിപ്പാൻ, അത്ഭുതം പ്രവർത്തിപ്പാൻ കഴിവുള്ള ഒരുവനെയാണ് ഞാൻ എൻ്റെ ഉദരത്തിൽ വഹിച്ചത്. അതുകൊണ്ട് അവനോട് പറഞ്ഞാൽ ഈ ശൂന്യത മാറ്റുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ്
മറിയ യേശുവിനോട് പറയുവാനിടയാക്കുന്നത്, നിങ്ങൾ അറിയാത്തവനെ ഒരുവൻ ഇവിടെ ഉണ്ട് കൊട്ടോ. ഇന്ന് പകൽ സന്ദേശം പറയുമ്പോഴും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടയിൽ, നമ്മുടെ ഉള്ളിൽ ലോകമറിയാത്ത ഒരുവനുണ്ട്. അവൻ അത്ഭുതം പ്രവർത്തിക്കുന്നവനാ, അവൻ അതിശയം പ്രവർത്തിക്കുന്നവനാ, അവൻ അസാധ്യമായിട്ടൊന്നുമില്ല. വെള്ളത്തെ വീഞ്ഞാക്കി എടുക്കുവാൻ കഴിവുള്ളവനാ യേശു. അത് മറ്റുള്ളവർക്ക് അറിയത്തില്ലായിരുന്നു. എന്നാൽ അവനെ അറിഞ്ഞിരുന്ന, യേശു ജനിക്കുന്നതിന് മുമ്പ് ഗബ്രിയേൽ പറഞ്ഞിരുന്ന വാക്കുകളെ ഉള്ളിൽ സംഗ്രഹിച്ചിരുന്ന മറിയയ്ക്കറിയാമായിരുന്നു യേശു ആരാകുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത്, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്തു കൊള്ളണം. നിങ്ങൾക്കവനെ അറിയത്തില്ല, പക്ഷേ എനിക്കവനെ അറിയാം ആരാണെന്നുള്ളത്. ഇന്ന് പകൽ സമയം ഒരുപക്ഷെ മറ്റാർക്കും അറിയത്തില്ലായിരിക്കാം യേശുവിനെ. എന്നാൽ ഇന്ന് പകൽ സമയം മറിയ പറഞ്ഞതുപോലെ പറയണം, എനിക്കറിയാം ഞാൻ ഉദരത്തിൽ വഹിച്ചവനെ. നമുക്ക് പകൽ സമയം പറയാൻ സാധിക്കുമോ? എനിക്കറിയാം, എൻ്റെ ഉള്ളത്തിൽ വസിക്കുന്നവനെ എനിക്കറിയാം. അവൻ അത്ഭുതങ്ങളുടെ രാജാവാണ്, അവൻ അതിശയം പ്രവർത്തിക്കുന്നവനാണ്. ഇന്ന് ഈ പകൽ എത്ര പേർ കരമുയർത്തി പറയാൻ സാധിക്കും, അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കും. അതേ, സന്തോഷം നഷ്ടപ്പെടുന്നിടത്ത് അവന് സമാധാനവും സന്തോഷവും നൽകുവാൻ കഴിയും. എത്ര മാത്രമേ മറിയ പറഞ്ഞുള്ളൂ. ബാക്കി കാര്യങ്ങളെ കർത്താവ് ചെയ്തു. അവൻ അവിടെ അടയാളം ചെയ്ത് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇടയാത്തതെന്നു അവർക്കറിയത്തില്ലായിരുന്നു ഇവൻ ആരാണെന്നുള്ളത്. സാധാരണ ഒരു വീട്ടിൽ ചെല്ലുന്ന കല്യാണ വീട്ടിൽ ക്ഷണമനുസരിച്ച് ചെന്ന ഒരു വിരുന്നുകാരനായിരുന്നു യേശു. പക്ഷേ അവനെ അറിയാവുന്ന മറിയ, അവർക്ക് അവിടെ എവിടെയാണോ പ്രവർത്തിക്കേണ്ടത് അവരുടെ ഇടയിൽ അവൾ പോയി പറയാനായിട്ട്. എങ്ങനെയാണ് മറിയയ്ക്ക് ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായത്? ഈ വെള്ളം കോരുന്നവരുടെ അടുത്ത് പോയി പറയണമെന്ന് പലരുടെ അടുത്ത് പോയി പറഞ്ഞില്ലല്ലോ, വിരുന്നുമാഴിയുടെ അടുത്ത് പോയി പറഞ്ഞില്ലല്ലോ, അവൾ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. അവൾക്കറിയാമായിരുന്നു എവിടെ പറയണമെന്ന്. അതുകൊണ്ടാണ് അവൾ ചെന്ന് വെള്ളം കോരുന്നവരോട് പറഞ്ഞത്, അവൻ എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ അത് ചെയ്തു കൊള്ളണം. നിങ്ങളുടെ ജോലി വെള്ളം കോരുന്ന പരിപാടിയാ. എന്നാൽ ഞാൻ ചുമന്നുകൊണ്ട് നടന്ന ഞാൻ ജന്മം കൊടുത്ത ഒരുവനുണ്ട്. അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നതാണ് എനിക്കറിയാം. അതുകൊണ്ട് അവൻ എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്യണമെന്ന് ഈ വെള്ളം കോരുന്നവരോട് പോയാണ് മറിയ പറഞ്ഞത്. മറിയക്കറിയാമായിരുന്നു, അവളുടെ ഉള്ളിലും അറിയാമായിരുന്നു, വെള്ളത്തെ വീഞ്ഞാക്കുന്ന, ആ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരുവൻ ഇവരുടെ ഇടയിൽ ആ വീട്ടിലുണ്ടെന്നുള്ളത്. ഇന്ന് പകൽ സമയം ദൂത് മനസ്സിലായോ പ്രിയപ്പെട്ടവരെ? അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മളെന്തിനാ ഭാരപ്പെടുന്നത്? നമ്മുടെ ഇടയിൽ കർത്താവില്ലേ? അതുകൊണ്ടാണ് പ്രവാചകൻ ചോദിച്ചത്, നിങ്ങളുടെ ഇടയിൽ രാജാവില്ലയോ, നിങ്ങളുടെ ഇടയിൽ മന്ത്രിയില്ലയോ എന്ന് നിങ്ങൾ എന്തിനാ എത്രമാത്രം വ്യസനിക്കുന്ന വേദനപ്പെടുന്നു ചോദിക്കുമ്പോൾ, ഇന്ന് പകൽ സമയം നമുക്ക് ഈ ഉപവാസ പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങളുടെ കർത്താവുണ്ട്. അവന് വെള്ളത്തെ വീഞ്ഞാക്കുവാൻ കഴിയും, ശൂന്യതകളെ മാറ്റുവാൻ കഴിയും. അറിയാത്ത പലരും നിൽക്കുമ്പോൾ അറിവുള്ള ദിവസങ്ങളിൽ യേശുവിനെ അറിയാവുന്നവർ മുഖാന്തരമായി അത്ഭുതങ്ങൾ ഭവനങ്ങളിൽ നടക്കാൻ പോകുക, ദേശങ്ങളിൽ നടക്കാൻ പോകുക, സഭകളിൽ നടക്കാൻ പോകുക. ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും പ്രിയപ്പെട്ടവരെ ആ പ്രവൃത്തി വെളിപ്പെടാതിരിക്കുന്നത്. എന്നാൽ യേശുവിനെ വെളിപ്പെടുത്തേണ്ട സ്ഥലങ്ങളിൽ വെളിപ്പെടുത്തുവാനുള്ള ആ വിശ്വാസം മറിയയ്ക്കുണ്ടായിരുന്നു. അവൾക്കറിയാമായിരുന്നു ആ യേശു മുഖാന്തരമായി ആ വീടിന്റെ വിഷയം പരിഹരിക്കപ്പെടുമെന്ന്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾക്കറിയത്തില്ല യേശുവിനെ, എന്നാൽ യേശുവിനെ അറിയാവുന്ന അവന്റെ അമ്മ പറഞ്ഞത് മുഖാന്തരമായി അവിടെ ഒരു മാറ്റമുണ്ടായതുപോലെ അവിടെ കൊണ്ട് തീർന്നു പോയില്ല. നമുക്കറിയാം, തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ യേശുവിനെ അറിയാത്ത പല സ്ഥലങ്ങളിലും അത് വെളിപ്പെടുവാനിടയായി തീർന്നു. കണ്ണ് കാണാൻ കഴിയാത്ത കുരുടന്മാർ, ഒരു കുഷ്ഠരോഗികൾ, അവർക്ക് മനസ്സിലായി യേശുവിന്റെ അടുക്കൽ വന്നാൽ സൗഖ്യം പ്രാപിക്കുമെന്ന്. ആ വിശ്വാസത്തോടെ വന്നപ്പോൾ മറ്റാർക്കും അറിയാത്ത, അത് അങ്ങനെയായി തീരുമെന്ന് അറിയാതിരുന്നപ്പോൾ അവർക്കൊരു വിശ്വാസമുണ്ടായി. രക്തസ്രാവക്കാരത്തെ സ്ത്രീക്കറിയാമായിരുന്നു, എൻ്റെ രോഗം മാറുവാൻ വേണ്ടി യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊട്ടാൽ എനിക്ക് രോഗം മാറുമെന്നുള്ള അറിവൊക്കെണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് സന്ദേശം കേൾക്കുമ്പോൾ കൂടെ നിന്നവർക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു, എന്നാൽ അവൾക്കതറിയാമായിരുന്നു. ആർക്കാണോ വിടുതൽ പ്രാപിക്കേണ്ടത്, ആർക്കാണോ മാറ്റം ആവശ്യം വരുന്നത്, അവരുടെ ഉള്ളിൽ ആത്മാവ് ദിവസങ്ങളിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് നൽകാൻ പോകുക. ചില
വിഷയങ്ങളുമേൽ വിടുതൽ നൽകാൻ പോകുക. മറ്റാരും അറിയാതിരിക്കുന്ന പല കാര്യങ്ങളെയും അവർക്ക് അജ്ഞാതമായിരിക്കുമ്പോൾ, വിടുതലില്ലാതിരിക്കുമ്പോൾ വിടുതലിന് വേണ്ടി കേഴുന്നവർ യേശുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അത്ഭുതം നടക്കുക തന്നെ ചെയ്യും. അതല്ലേ രക്തസ്രാവക്കാരത്തെ സ്ത്രീയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. അവൾക്കറിയാമായിരുന്നു, യേശുവിന്റെ വസ്ത്രത്തിന്റെ അറ്റത്തുനിന്ന് തൊട്ടാൽ ഞാൻ സൗഖ്യമാകുമെന്നുള്ള അറിവ് അവൾക്ക് ലഭിച്ചത് മുഖാന്തരമായി അവളെ അവിടേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ ആത്മാവിടെ കാലുകൾക്ക് ബലം പകർന്നെങ്കിൽ, ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവും യേശുവിലുള്ള വിശ്വാസമുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ അത് പ്രാപിച്ചെടുക്കാൻ പോകുന്ന ദിവസങ്ങളാണ്. അത് വിടുതലായി സംഭവിക്കാൻ പോകുന്ന ദിവസങ്ങളാണ്. ക്രിസ്തുവിനെ അറിയുന്നത് കൊണ്ട് ഞാൻ നിങ്ങളും പറയണം, ഞാൻ ഒരു നാളും ഇത് പേടിക്കൊണ്ട് നടക്കുവാനുള്ളതല്ല. ഇന്ന് ചില രോഗങ്ങൾ വിട്ടുമാറട്ടെ, ഇന്ന് ചില ശാപങ്ങൾ വിട്ടുമാറിപ്പോകട്ടെ. ഇന്ന് ദിവസങ്ങളിൽ നിരാശപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങളുമേൽ ക്രിസ്തു മുഖാന്തരമുള്ള വചനമായ വിടുതൽ സംഭവിക്കുവാൻ അവന്റെ അടുത്തിലേക്ക് നമ്മൾ ചെന്നു കഴിഞ്ഞാൽ നിശ്ചയമായിട്ട് സംഭവിച്ചിരിക്കും. അതുകൊണ്ട് യേശു ആരാണെന്നറിയാവുന്നവർക്ക് ദിവസങ്ങളിൽ പ്രശ്നങ്ങളല്ല നാം നോക്കേണ്ടത്, ആ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവൻ എന്നോട് കൂടെയുണ്ട്, എന്റെ കുടുംബത്തിലുണ്ട്, എന്റെ സഭയിലുണ്ട്, ഈ ലോകത്തിലുണ്ടെന്നുള്ളത് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്നതായിരിക്കണം ദൈവമക്കൾ. ഒരിടയിലാണ് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നത്. കർത്താവ് മാർത്തയ്ക്കും മറിയയ്ക്കും ഒരു പരിധിവരെ യേശുവിനെ അറിയാമായിരുന്നു. അവൻ ആരാണെന്ന് അറിയാമായിരുന്നു. പുനരുത്ഥാനത്തെക്കുറിച്ചൊക്കെ അറിയാമായിരുന്നു. എന്നാൽ അവരുടെ ഇടയിൽ വന്നപ്പോൾ ലാസറിനെ ഉയർപ്പിക്കുമെന്ന് 4 ദിവസം കഴിഞ്ഞ ലാസറിനെ ഉയർപ്പിക്കുന്ന പുനരുത്ഥാനത്തിന്റെ ദൈവമാണ് യേശുവെന്ന് അവർക്കറിയത്തില്ലായിരുന്നു. അവർ അറിയാത്ത ഒരുവൻ അവരുടെ ഭവനത്തിൽ വരുവാനിടയായിരുന്നു. 4 ദിവസമായി ദുഃഖം തളം കെട്ടി നിന്ന ആ വീട്ടിലേക്ക് അവരാരും എന്ന് പറഞ്ഞാൽ അവർക്കറിയാവുന്നത് ഒരു പരിധിവരെ അറിയാമായിരുന്നു. ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനമുണ്ടെന്നൊക്കെ മാർത്ത പറയുവാനിടയായിരുന്നു. എന്നാൽ അതിനപ്പുറമായി ഈ ചീഞ്ഞു നാറ്റം വെച്ചിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ലാസറിനെ വെളിയിൽ കൊണ്ടുവരുവാൻ കഴിയുമോ എന്നുള്ളത് അവൾക്ക് അത്രമാത്രം വിശ്വാസമില്ലായിരുന്നു. എന്നാൽ അവൾ ഒരു കാര്യം പറഞ്ഞു, നീ ഇപ്പോൾ എന്ത് ദൈവത്തോട് ചോദിച്ചാലും അത് അവൻ നിനക്ക് നൽകും എന്ന് ഞാൻ അറിയുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്താപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, നീ എന്ത് ചോദിച്ചാൽ നൽകുമെന്നറിയാം. പക്ഷേ അവൾ ഒരിക്കലും വിചാരിച്ചില്ല ഈ ലാസറിനെ ഉയർപ്പിക്കുന്ന, അവൾ ചോദിച്ചില്ലല്ലോ, അവൾക്കത് അറിയത്തില്ലായിരുന്നു. എന്നാൽ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കത്തില്ല എന്നുള്ള അവർക്കറിയാമായിരുന്നു. എന്നാൽ അതിനപ്പുറമായി മരിച്ച് അടക്കപ്പെട്ട് 4 ദിവസം കഴിഞ്ഞ അവരെ ഉയർപ്പിക്കാൻ കഴിയുമെന്നുള്ള അറിവ് അവൾക്കില്ലാമായിരുന്നു. പക്ഷെ അവൾ പറഞ്ഞു, നീ എന്താ അപേക്ഷിച്ചാലും അത് ദൈവം നൽകുമെന്ന് ഞാൻ അറിയുന്നു. നീ എന്ത് ചോദിക്കുമെന്ന് എനിക്കറിയത്തില്ല എന്ന് പകർത്താൻ പ്രിയപ്പെട്ടവരെ ഒരു വിശ്വാസമുണ്ടായ നമുക്കും സാധ്യമാണോ, അതങ്ങനെ സംഭവിക്കുമോ എന്നൊക്കെയുള്ള സംശയം കാണും. എന്നാൽ യേശുവിൻ്റെ അടുക്കൽ പറയാം, കർത്താവേ, നീ എന്ത് പിതാവിനോട് അപേക്ഷിച്ചാലും അത് നൽകുവാൻ പിതാവിന് പ്രസാദം തോന്നും. പിതാവിൻ്റെ വലത്ത ഭാഗത്തിരിക്കുന്ന പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ മാർത്ത പറഞ്ഞു, നീ എന്ത് അപേക്ഷിച്ചാലും പിതാവ് നിനക്ക് നൽകുമെന്ന്. ഇവിടെ പിതാവിനെ വെളിപ്പെടുത്തിയത് കൊണ്ട്, ആ പിതാവിന് കൊടുക്കേണ്ട ബഹുമാനം മുഴുവൻ കൊടുത്തുകൊണ്ടാണ് യേശു ലോകത്തിൽ പ്രവർത്തിച്ചത്. നിങ്ങൾ ലോകത്തിൽ ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ കൊടുക്കേണ്ട സകല സർവസ്തുതി മഹത്വ സ്തോത്രങ്ങളും പിതാവാം ദൈവത്തിനും പുത്രനാം ദൈവത്തിനും നമ്മെ നയിച്ചു നടക്കുന്ന പരിശുദ്ധാത്മാവിനെ കൊടുത്തുകൊണ്ട് വേണം ശുശ്രൂഷിക്കുവാനായിട്ട്, നാം ജീവിക്കാനായിട്ട്. യേശു ക്രിസ്തുവിൻ ലോകത്തായിരുന്നപ്പോൾ അവൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്യുകയല്ല ചെയ്തത്. തൻ്റെ പിതാവിനെ അവിടെ മഹത്വപ്പെടുത്തി, തന്നിലുള്ള പരിശുദ്ധാത്മാവാം ദൈവത്തോടെ വെളിപ്പെടുത്തി. അപ്പോൾ ക്രിസ്തു പിതാവാം ദൈവത്തെയും പരിശുദ്ധാത്മാവാം ദൈവത്തെ വെളിപ്പെടുത്തിക്കൊണ്ടാണ് സൂക്ഷിച്ചത്. ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ കഴിവുകളെല്ലാം വെളിപ്പെടുത്തേണ്ടത് ഇവിടെ നാം പിതാവാം ദൈവത്തെയും പുത്രനാം ദൈവത്തെയും പരിശുദ്ധാത്മാവാം ദൈവത്തെയാണ് വെളിപ്പെടുത്തേണ്ടത്. അപ്പോൾ മാർത്തയ്ക്ക് അറിയാമായിരുന്നു യേശുവിനോട് യേശു എന്തപേക്ഷിച്ചാലും നടക്കുമെന്ന്. പക്ഷേ പുനരുത്ഥാനത്തിന്റെ ദൈവം സാക്ഷാൽ ജീവൻ നൽകുമെന്നുള്ള തിരിച്ചറിവ് ലാസർ വീണ്ടും അവളുടെ വീട്ടിൽ എഴുന്നേറ്റ് നിൽക്കുമെന്നുള്ളത്, അല്ലെങ്കിൽ അവിടെ ജീവിക്കുമെന്നുള്ളത് അറിയത്തില്ലായിരുന്നു. എന്നാൽ കർത്താവ് അത് സാധ്യമാക്കി തീർത്തു. അവർ അറിയാത്തത്, യഹൂദൻ അറിയാത്ത ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ പുനരുത്ഥാനത്തിന്റെ ദൈവമായിരുന്നു. ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടയിൽ നാം ആരാധിക്കുന്ന ഈ പ്രാർത്ഥനയിൽ ലോകമറിയാത്ത ഒരുവൻ നമ്മുടെ ഇടയിലുണ്ട്.
ഈ 1-ാം മാസത്തിന് ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ ആത്മാവിൽ ഞാൻ കാണുകയാണ്, മറ്റാർക്കും അറിയാൻ കഴിയാത്തവൻ നമ്മുടെ ഇടയിൽ, നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. നമ്മൾ കൂടി വരുന്നിടത്ത് വ്യാപരിക്കുന്നുണ്ട്. അവൻ അസാധ്യമായിട്ടൊന്നുമില്ല. ആർക്കും ഒന്നും കാണാൻ കഴിയാതിരിക്കുമ്പോൾ, ഒന്നും അറിയാൻ കഴിയാതിരിക്കുമ്പോൾ, യഹൂദനെ തിരിച്ചറിയാൻ കഴിയാതിരിക്കുമ്പോൾ, പലരും ചോദിക്കുമ്പോൾ, നീ കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തവനല്ലേ, നിനക്കിവനെ ഇവൻ മരിക്കാതിരിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ, അത് അവർ അവനെ അപമാനിക്കുന്ന രീതിയിൽ ചോദിച്ചിട്ടുള്ള അതിൻ്റെ മധ്യത്തിൽ എന്ന് പറഞ്ഞാൽ യേശുവിനെ അറിയേണ്ടതുപോലെ അറിയാൻ കഴിയാത്ത ഒരു സമൂഹത്തിനിടയിൽ യേശു നിൽക്കുകയാണ്. അതിനുശേഷമായി അവൻ ഒരൊറ്റ വാക്ക് പറഞ്ഞപ്പോൾ അവിടെ സംഭവിച്ചത്, ലാസർ പുറത്തു വരികയാണ് ചെയ്തത്. യേശു പ്രകാരം പറഞ്ഞു, ഇങ്ങനെയാ പറഞ്ഞത്, ലാസറേ പുറത്തു വരിക എന്ന് യേശു അരുളി ചെയ്തപ്പോൾ ലാസർ ആ ശബ്ദം കേട്ടു. ഇന്ന് പകൽസമയം മരിച്ചുപോയ ലാസർ 4 ദിവസം കഴിഞ്ഞ് കല്ലറയ്ക്കുള്ളിൽ ആ ശബ്ദം കേട്ട്, എന്ന് പറഞ്ഞാൽ അവന്റെ ആത്മാവ് അബ്രഹാമിന്റെ മടിയിൽ നിന്ന് ആ ശബ്ദം കേട്ട് അവിടെ അവന്റെ ശരീരത്തിലേക്ക് വന്ന് അത് ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് നിൽക്കുവാൻ യേശു ക്രിസ്തു ഒരൊറ്റ വാക്ക് മതിയായിരുന്നു. മരിച്ചുപോയ ലാസറിനെ അവന്റെ പേര് ചൊല്ലി വിളിച്ചു, ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ അവൻ വെളിയിൽ വരുവാൻ ഇടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിന്റെ ഒരൊറ്റ വാക്കിന് മുമ്പിൽ മരണത്തിന്റെ ശക്തി മാറിപ്പോകും. ഇങ്ങനെയാ പറഞ്ഞത്. ഇങ്ങനെ യേശു പറഞ്ഞിട്ട് ഇങ്ങനെ, ലാസറെ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയിരുന്നു, മുഖം റൂമാൽ കൊണ്ട് മൂടിയുമിരുന്നു. അവന്റെ കഥയിപ്പിൻ കഥ പറഞ്ഞു. ആ വീട്ടിൽ യേശു എന്നപ്പോൾ ആരും അവനെ അറിഞ്ഞില്ല. നമുക്കറിയാം, പല സന്ദർഭങ്ങളിൽ കഥ ചെല്ലുമ്പോൾ യേശു അറിയാത്ത പല സ്ഥലങ്ങളിലും യേശു അത്ഭുതങ്ങളെ ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാ അനുമാനങ്ങളെയും നിഗമനങ്ങളെയും മാറ്റി കഥ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ മരണ വീട്ടിൽ 4 ദിവസം കഴിഞ്ഞ് യേശു വന്നപ്പോഴും അവർ വിചാരിച്ചത് മറ്റൊരു രീതിയിലാണ് ചിന്തിച്ചത്. ഇവനിവിടെ വന്ന് കരഞ്ഞിട്ട് പോകുമെന്നാണ് വിചാരിച്ചത്. കല്ലറയ്ക്ക് നിന്നവരുടെ കരയുമെന്ന് കരഞ്ഞിട്ട് പോകുമെന്നാണ് വിചാരിക്കുന്നത്. അതെ, ലോകം നിന്നെ നോക്കി പരിഹസിക്കും കേട്ടോ. നിനക്കത് അസാധ്യമാണെന്ന് പറയും. നീ കരയുമ്പോൾ അവർ പരിഹസിക്കും. നീ പ്രാർത്ഥിക്കുമ്പോൾ, ഉപവസിക്കുമ്പോൾ, കരയുമ്പോൾ, നീ ഭാരപ്പെടുമ്പോൾ ലോകം നോക്കി നിന്നെ പരിഹസിക്കും. എന്നാൽ എൻ്റെ കർത്താവ് കരഞ്ഞുകൊണ്ട് നിൽക്കുന്നവനല്ല. ദൈവത്തെ ആരാധിക്കുന്നവനെന്ന് കരഞ്ഞുകൊണ്ടിരിക്കാനുള്ളതല്ല. മറിയയുടെയും മാർത്തയുടെയും കണ്ണുനീർ തുടയ്ക്കുവാൻ യേശുവിന് കഴിഞ്ഞതുപോലെ അവനെ സ്നേഹിക്കുന്ന ദൈവമക്കളുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ നമ്മളോടൊപ്പം കരയുന്നവൻ നമ്മുടെ ഇടയിലുണ്ട്. ഇന്ന് പകൽ സമയം കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവന് നമ്മളോട് കൂടെ കരയുന്നവനാ. മറ്റുള്ളവർ പറയും, അതെ, ഇവർക്ക് കരയാനേ കഴിയത്തുള്ളൂ. ലോകം വിധി എഴുതി അവിടെ നിന്ന് പറഞ്ഞു, അവനെ അറിയത്തില്ലായിരുന്നു, ഇവനിവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയുള്ളെന്ന് പറഞ്ഞു. പക്ഷേ എന്നാൽ അവൻ കരയുന്നത് മറ്റുള്ള വിഷമം കൊണ്ടാണ് കരയുന്നത്. എന്നാൽ ഇന്ന് യേശു ക്രിസ്തു നമ്മുടെ ഇടയിൽ നിൽക്കുന്നത്, നാം ഇന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന കരച്ചിലിൻ്റെ ഒരു ദൈവമായിട്ടല്ല കൂടെ നിൽക്കുന്നത്. നമ്മുടെ കൂടെ കരയുന്നവൻ നമ്മളെ സന്തോഷത്തിലേക്ക് കൊണ്ടുവരുവാൻ അവൻ കരയുവാൻ ഇടയായിരുന്നു. അവർ വിചാരിച്ചു ഇവന് അസാധ്യമാണ്. യേശുവിൻ്റെ കണ്ണിൽ കൂടെ കണ്ണുനീർ വീണ് കഴിഞ്ഞപ്പോൾ ഇവർ വിചാരിച്ചു, ഞാൻ വിചാരിക്കുന്ന ആദ്യമായിട്ടാണ് യേശു പരസ്യമായി കരയുന്നത് അവർ കാണുന്നത്. ഇവർ വിചാരിച്ചു അസാധ്യമായതുകൊണ്ടാണ് അവൻ കരഞ്ഞത്. എനിക്കറിയത്തിന് മുമ്പ് യേശു എവിടെയും കരഞ്ഞായിട്ട് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ യേശു പരസ്യമായി എല്ലാവരുടെ മുമ്പിൽ ലാസറിന്റെ കല്ലറക്കൽ കരഞ്ഞ് അവൻ്റെ കണ്ണുനീർ വീണപ്പോൾ ലോകം വിധി എഴുതി, ഇവനും അസാധ്യമാണ്. നിന്റെ കണ്ണുനീർ കാണുമ്പോൾ ലോകം വിധി എഴുതും, ഈ കാര്യം അസാധ്യമാണ്. എന്നാൽ ലോകത്തിൻ്റെ വിധിയെഴുത്തിനെ മാറ്റി എഴുതുന്നതാണ് ദൈവപുത്രന്റെ കണ്ണുനീർ. ദൈവമക്കളുടെ കണ്ണുനീർ സകല വിധികളെയും മാറ്റി എഴുതുന്നതാണ്. അതെ, തകർന്ന് കരയുന്ന ജീവിതമേ ഇന്ന് കുറിച്ചു വെച്ചുകൊള്ളുക. യേശു അവിടെ കരഞ്ഞപ്പോൾ ലോകം വിചാരിച്ചു ഇവൻ അസാധ്യമാണെന്ന്, ഇനി ഇതിനപ്പുറമൊന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന്. ഞാനും നിങ്ങൾ കരയുമ്പോൾ സാത്താൻ പറയും, ഇതിനപ്പുറമായിട്ട് ഇവനൊന്നും ചെയ്യത്തില്ല, ഇവൻ കരഞ്ഞുകൊണ്ടിരിക്കുകയുള്ളെന്ന്. എന്നാൽ എൻ്റെ ദൈവം കരച്ചിൽ
കരയുന്നവൻ മാത്രമല്ല, ആ കരച്ചിലിന് പരിഹാരം നൽകുവാൻ കഴിവുള്ളവനാണെന്ന് അവിടെ വെളിപ്പെടുത്തിയതുപോലെ പരിഹാസങ്ങളെ മാറ്റാൻ പോകുകയാണ്. ദീർഘനാളുകളായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന പരിഹാസങ്ങളെ ദൈവാത്മാവ് മാറ്റിയെടുക്കാൻ പോകുകയാണ്. ഇന്നും വേദനയോടെ നെഞ്ചത്തടിച്ച് പ്രാർത്ഥിച്ച ജീവിതമേ, പലപ്പോഴും നിരാശയോടും ദുഃഖത്തോടും എനിക്കൊരു മാറ്റമില്ല എന്ന് ചോദിച്ച ജീവിതമേ, യേശു നിന്നോട് കൂടെ കരയുന്നുണ്ട്. അതെ, പരിഹസിക്കുന്ന ശബ്ദങ്ങൾ നീ കേൾക്കുന്നുണ്ടായിരിക്കും. അസാധ്യമെന്ന് പലരും പറയുന്നുണ്ടെങ്കിലും അതെ, കരച്ചിലിന്റെ ശബ്ദം കേട്ട് ദൈവം പ്രവർത്തിക്കാൻ പോകുകയാ. അതെ, നീ എന്ന് കരയുന്നവരായിരിക്കും, നീ എന്ന് ദുഃഖിക്കുന്നവനാണെന്ന് ലോകം വിധി എഴുതുമ്പോൾ, നിനക്കിതിനപ്പുറമായിട്ടൊന്നുമില്ലെന്ന് പറയുമ്പോൾ, അതെ, ദൈവത്തിന്റെ ആത്മാവ് പറയുക, മാറ്റി എഴുതാൻ പോകുക, ഒരു ചരിത്രം കുറിക്കപ്പെടാൻ പോകുക, ഒരു മാറ്റം സംഭവിക്കാൻ പോകുക. വിശ്വസിച്ചുകൊള്ളുക. ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയിൽ ശക്തമായുള്ള ദൈവാലോചന ഏറ്റെടുത്തുകൊണ്ട് പറഞ്ഞുകൊള്ളുക, എന്റെ കരച്ചിന്റെ ശബ്ദം കേട്ട് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം എന്നോട് കൂടെയുണ്ട്. അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന്. 4 ദിവസം കഴിഞ്ഞ് ലാസറിനെ വെളിയിൽ കൊണ്ടുവന്ന ദൈവപുത്രന്റെ ശബ്ദം ഇന്ന് പകൽ സമയം പേര് വിളിച്ച് ചില വിഷയങ്ങളെ പറഞ്ഞുകൊണ്ട് പുറത്തു വരുവാൻ ദൈവാത്മാവ് കൽപ്പിക്കുകയാണ്. അടച്ചു വെച്ചിരിക്കുന്ന, അസാധ്യമായിരിക്കുന്ന, ഒരിക്കലും സാധ്യമല്ല വിചാരിക്കുന്ന കരച്ചിൽ മാത്രം മുമ്പിൽ കണ്ടുകൊണ്ട് അതിനപ്പുറമായി ഒന്നുമില്ലെന്ന് വിധി എഴുതിയിരിക്കുന്ന ചില വിധി പകർപ്പുകളെ, ചില ശക്തികളെ ഇന്ന് ദൈവാത്മാവിന്റെ ശക്തിയാൽ യേശുവിന്റെ നാമത്തിൽ പുറത്തു വരുവാൻ കൽപ്പിക്കുകയാണ്. ആ ശബ്ദം കല്ലറയ്ക്കുള്ളിലേക്ക്, അഗർത്തത്തിലേക്ക് വ്യാപരിപ്പാൻ ഇടയാറ്റും. വലിയൊരു പ്രവർത്തനം നടക്കാൻ ഇടയായതുപോലെ കരഞ്ഞവന്റെ വാക്കുകൾ ജീവന്റെ വാക്കുകളായിരുന്നു. ഇന്ന് പകൽ സമയം പ്രിയപ്പെട്ടവരെ, ഈ ദൂത് കേൾക്കുമ്പോൾ നമ്മുടെ ദൈവത്തെ എല്ലാവർക്കും അറിയേണ്ട പോലെ അറിയത്തില്ല, നാം ആരാധിക്കുന്ന എല്ലാവർക്കും അറിയേണ്ട പോലെ അറിയത്തില്ല. എന്നാൽ നാം അറിഞ്ഞിരിക്കണം, അവനൊന്നും അസാധ്യമായ കാര്യമല്ല. എത്ര പേർ വിശ്വസിക്കുന്നു? അതെ, എത്ര പേർ ഒന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു? നമ്മുടെ ദൈവത്തിന്, ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അവൻ പ്രവൃത്തിയിൽ ഭയങ്കരനാണ്. അവൻ പ്രവർത്തിക്കും. എൻ്റെ കണ്ണുനീർ അവൻ കണ്ടെനിക്ക് വേണ്ടി പ്രവർത്തിക്കും. അവനത് പ്രവർത്തിപ്പാൻ ശക്തനാണ്. ഇത് സംഭവിച്ചു കഴിഞ്ഞപ്പോഴാണ് അവിടെ പരിഹസിച്ചു നിന്നവരുടെ പരിഹാസത്തിന്റെ ശക്തി കെട്ടടങ്ങി കരഞ്ഞവരുടെ മുഖം സന്തോഷത്താൽ ആനന്ദത്തിന്റെ നൃത്തം ചെയ്യുന്ന അനുഭവത്തിലേക്ക് മാറി. എന്നാ പകൽ സമയം അതേ കരഞ്ഞ് പ്രാർത്ഥിക്കും ജീവിതങ്ങളുടെ വിഷയങ്ങൾക്ക് ദൈവപുത്രന്റെ വചനം അയച്ചു കഴിയുമ്പോൾ അതെ പരിഹസിച്ചവന്റെ നാക്കടഞ്ഞു പോകും. എന്നാൽ കരയുന്നവന്റെ മുഖം സന്തോഷത്താൽ ആനന്ദ നൃത്തം ചെയ്യുവാനിടയത്തരും. മാർത്തയും മറിയയ്ക്കും ലാസറിനെ കണ്ടപ്പോൾ അടങ്ങി നിൽക്കാൻ കഴിഞ്ഞില്ല. എത്രമാത്രം സന്തോഷമായതുപോലെ ദിവസങ്ങളിൽ സന്തോഷത്തിന്റെ കാര്യങ്ങളെ കണ്ടുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്ന രീതിയിൽ ചില വിഷയങ്ങളെ ദൈവാത്മാവ് ചെയ്തെടുക്കാൻ പോകുക. പ്രാർത്ഥിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്മേൽ, അസാധ്യമെന്ന വിഷയത്തിന്മേൽ ദൈവാത്മാവ് അത് ശബ്ദമുയർത്തി അയച്ചു കഴിയുമ്പോൾ ജീവൻ പ്രാപിപ്പാനിടയാത്തരും. അതുകൊണ്ട് ലോകം പറയും നിനക്കെന്നും ഉപവാസമാ, നിനക്കെന്നും പ്രാർത്ഥനയാ, നിനക്കെന്നും കണ്ണുനീര്, നീ എന്നും പ്രാർത്ഥിക്കുന്നു, നിനക്കെന്നും കണ്ണുനീര് മാത്രമേ ഉള്ളൂ, നീ എന്നും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ കരച്ചിന്റെ ശബ്ദം കേൾക്കുന്ന ഒരു ദൈവം ഇന്ന് ജീവിക്കുന്നു. അവൻ മറിയയുടെയും മാർത്തയുടെയും കണ്ണുനീർ മാറ്റുവാൻ അവിടെ വ്യാപരിപ്പാനിടയാത്ത അവനോട് കൂടെ വന്ന് എല്ലാവരും കരഞ്ഞു. പക്ഷെ യേശു ആരാന്നറിയത്തില്ല. അവൻ കണ്ണുനീർ തുടയ്ക്കുന്നവനാ, കണ്ണുനീരിന്റെ വിഷയത്തെ മാറ്റുന്നവനാ. അതെ, ഇന്ന് മാത്രമല്ല, സ്വർഗത്തിൽ എത്തിച്ചേരുമ്പോൾ എന്നേക്കുമായി നമ്മുടെ കണ്ണുനീർ തുടച്ചു മാറ്റുമെന്ന് ദൈവത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് സന്ദേശം ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ നാം അറിഞ്ഞിരിക്കുന്ന പലതും നമുക്കറിയാമെങ്കിലും നാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ഞാനിന്ന് ഈ സന്ദേശം അവസാനിപ്പിക്കാം. അതെ, നാം വിശ്വസിക്കുന്ന ആരെയാണ്? ഞാൻ നിങ്ങളും ആരെയാണ് ആരാധിക്കുന്നത്? എന്നും കരഞ്ഞുകൊണ്ടിരിക്കുവാനുള്ള ഒരു ദൈവത്തെയാണ് ആരാധിക്കുന്നത്? അല്ല, നമ്മുടെ കണ്ണുനീർ മാറ്റുവാൻ, കരച്ചിൽ മാറ്റുവാൻ
എത്ര വലിയ വിഷയത്തെയും മാറ്റി എഴുതുവാൻ, കല്ലറകളെ തുറന്ന് വെളിയിൽ കൊണ്ടുവരുവാൻ, മരണത്തിൻ്റെ പാശങ്ങളെ അഴിപ്പാൻ കഴിവുള്ളവനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. സ്തോത്രം. ദീർഘമായി ഒരുപാട് വിഷയങ്ങൾ ഇത് സംബന്ധമായി സംസാരിക്കാനുണ്ടെങ്കിലും ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്നാൽ നാം അറിയേണ്ട കാര്യം കൂടി വേഗത്തിൽ പറഞ്ഞുകൊണ്ട്, നാം എന്നതാകും എന്നുള്ളത് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ സന്ദേശം അവസാനിപ്പിക്കാം. ഒന്ന് യോഹന്നാന്റെ ലേഖനത്തിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കെപ്പോഴും നാം അത് ഓർക്കുകയും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന വിഷയമാണെങ്കിലും ഇതിനുള്ള ബന്ധത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. ദൈവമക്കൾ എങ്ങനെ ദൈവപുത്ര സദൃശന്മാരാകി തീരും എന്നുള്ളത് കൂടി അറിവായി ദൈവാത്മാ നൽകുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അവൻ പ്രവർത്തിക്കുന്ന ദൈവമാണ്. 1 യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 3 വാക്യങ്ങൾ ശ്രദ്ധയോടെ വായിക്കുമ്പോൾ, നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി വായിക്കുന്നു. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായകൊണ്ട് നമ്മെ അറിയുന്നില്ല. ലോകം അവരെ അറിഞ്ഞിട്ടില്ലായകൊണ്ട് നമ്മെ അറിയുന്നില്ല. ഇവിടെ പറയാൻ, കാൺമീൻ, നാം ദൈവമക്കളാകൂ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം തന്നിരിക്കുന്നു. വീണ്ടും ജനിച്ച് ദൈവമക്കളാകുവാനുള്ള ഭാഗ്യം ദൈവം തന്നിരിക്കുകയാണ്. ആ അറിവ് നമുക്കുണ്ട്. നാം ദൈവമക്കളാണെന്ന് അറിഞ്ഞിരിക്കുകയാണ്. എന്നാൽ അവിടെ കൊണ്ട് തീർന്നു പോകുന്നില്ല. ദൈവമക്കൾ എന്നുള്ള ശിശുക്കൾ അല്ലെങ്കിൽ പ്രായപൂർത്തി എത്താത്തൊരവസ്ഥയിൽ അല്ല ദൈവം നമ്മെ കണ്ടിരിക്കുന്നത്. വളർച്ചയുണ്ട്, അത് മാറ്റമുണ്ട്, അതിന് വലിയൊരു വ്യത്യാസമുണ്ട് എന്നുള്ളതാണ് തുറന്നു പറഞ്ഞിരിക്കുന്നത്. ലോകം അവനെ അറിഞ്ഞിട്ടില്ല, നമ്മെ അറിയുന്നില്ല. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. അണ്ടർലൈൻ ചെയ്തുകൊള്ളണം. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. പലർക്കും ഇത് അറിയത്തില്ല. എന്നാൽ അറിയണം പ്രിയപ്പെട്ടവരെ. നാം ഇപ്പോൾ ദൈവമക്കൾ, നമുക്ക് അറിയത്തില്ല. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നുവെന്ന് നാം അറിയുന്നു. എന്നാൽ നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. എന്നിട്ട് പറയാണ്, അവൻ പ്രത്യക്ഷമാകുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതുകൊണ്ട് അവനോട് സദൃശന്മാർ ആകും എന്ന് നാം അറിയുന്നു. അപ്പോൾ നാം എന്തറിയണം എന്നുള്ളത് ഇവിടെ പറയുകയാണ്. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. പക്ഷെ എന്നാൽ നാം ഒന്ന് അറിഞ്ഞിരിക്കണം. അവൻ പ്രത്യക്ഷനാകുമ്പോൾ, കർത്താവ് മധ്യാകാശത്ത് വരുമ്പോൾ നാം അവനോട് സദൃശന്മാരാകുന്ന ദൈവപുത്രന്മാരോട് ആദ്യജാതന്മാരുടെ സഭയോട് അംഗങ്ങളായി തീരും എന്ന് നാം അറിയുന്നു. അതാണ് ഇവിടെ പറയുന്നത്. വളർച്ച പ്രാപിക്കുന്ന, ഏറ്റവും അധികം ഉന്നതി പ്രാപിക്കുവാൻ, സ്വർഗീയ സിംഹാസനത്തിൽ ഇരിപ്പാൻ തക്കതായ വിളിയും തെരഞ്ഞെടുപ്പുമുള്ള ദൈവമക്കൾ ഒന്നിച്ചു പറയണം, നാം ഇന്നതാകും എന്ന് നമുക്കറിയാം. ഇപ്പോൾ നാം ദൈവമക്കളാണ്. ലോകം നമ്മെ അറിയുന്നില്ല. ലോകം അറിയാതെ നമ്മെ ഇവിടെ വെച്ചിരിക്കുക. യേശു ലോകത്തിൽ വന്നപ്പോൾ അവനെ ലോകത്തുള്ളവർക്ക് അറിഞ്ഞില്ല. എന്നാൽ അവനെ വെളിപ്പെടുത്തേണ്ട സ്ഥലങ്ങളിൽ അവൻ വെളിപ്പെടുത്തി. എന്നാൽ പ്രിയപ്പെട്ടവരെ, ലോകം അറിയാതെ പരിശുദ്ധാത്മാവിടെ വളർത്തിക്കൊണ്ടുവരുന്ന ദൈവസഭയുണ്ട്, ദൈവമക്കളുണ്ട്. അത് ലോകത്തിന് വെളിപ്പെടുത്താനുള്ളതല്ല. ദൈവം അത് വെളിപ്പെടുത്തേണ്ട സ്ഥലങ്ങൾ വെളിപ്പെടുത്തും. എന്നാൽ നമ്മെ വെളിപ്പെടുത്താൻ പോകുന്നത് എന്താണെന്നറിയാമോ? കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ ദൈവമക്കളായവരിൽ ദൈവപുത്രന്മാരാകുവാനുള്ളവർ അവനോട് സദൃശന്മാരാകും. ഞാൻ നിങ്ങൾ വചനത്താൽ ജനിക്കപ്പെട്ട ദൈവമക്കളായിരുന്നു. എന്നാൽ നാം പുത്രത്വം പ്രാപിക്കുന്ന നിലവാരത്തിലേക്ക് നാം ഉയർത്തപ്പെടുമെന്നുള്ള അറിവ് ദൈവമക്കൾക്കുണ്ടായിരിക്കണം. എന്താണ് ആ അറിവുണ്ടായിരിക്കേണ്ടത്? ഇവിടെ ഞാനിപ്പോൾ ദൈവമകനാണ്, നമ്മൾ ദൈവമക്കളാണ്. എന്നാൽ നാം ഇന്നത് ആകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല, അല്ലെങ്കിൽ എനിക്കറിയത്തില്ല. എന്നാൽ ഒന്ന് ഞാൻ അറിയുന്നു, എന്റെ കർത്താവ് മധ്യാകാശത്തിൽ വരുമ്പോൾ അവനോട് നാം സദൃശന്മാരായി പുത്രത്വം പ്രാപിക്കുന്നവരായി തീരും എന്നുള്ളത് നാം അറിയുന്നു. ഈ അറിവ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മളിപ്പോൾ ദൈവമക്കളാണ്, നാം ഇന്നതാണെന്ന് പറഞ്ഞ് നടക്കുന്നില്ല. കർത്താവ് വരുമ്പോൾ എടുക്കപ്പെടുമ്പോൾ നാം ആരായി തിരികെ ചെയ്യുന്നത്? അവനോട് സദൃശന്മാരായിത്തീരുന്നു. ഈ ലോകത്തിൽ വന്ന ലോകരക്ഷിതാവായിരിക്കുന്ന അത്ഭുതം പ്രവർത്തിച്ച, അടയാളങ്ങൾ ചെയ്ത്, വീര്യപ്രവർത്തികൾ ചെയ്ത്, മനുഷ്യ വംശത്തിന് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശുവിനോട് സദൃശന്മാരായി തീരുവാൻ വേണ്ടിയുള്ള ജീവിതത്തിന്റെ യാത്രയിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. അപ്പോൾ നാം ഇന്നതാകുമെന്ന്
ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ലെന്നാൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനോട് സദൃശന്മാരായി തീരും എന്നുള്ള വലിയ പ്രത്യാശ നമുക്കൊണ്ട് നാം അറിഞ്ഞിരിക്കണം. അതെ, നാം അറിവുള്ളവരായിരിക്കണം. എൻ്റെ കർത്താവ് മധ്യാകാശത്ത് വരുമ്പോൾ അവനോട് നാം സദൃശന്മാരായി തീരുവാനുള്ളവരാണെന്നുള്ള വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. മറ്റൊരു അറിവ് കൂടി പറഞ്ഞ് ഞാൻ ഇവിടെ നിർത്താൻ പ്രിയപ്പെട്ടവരെ. റോമക്കരുടെ ലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന അറിവ് എന്താണെന്ന് നമുക്കറിയാവുന്നതാണ്. അത് നമ്മുടെ ഭൗതിക ജീവിതത്തിലുള്ള ബന്ധത്തിൽ, ആത്മീയ ജീവിതത്തിലുള്ള ബന്ധത്തിൽ നാം ക്ഷീണിച്ചു പോകുമ്പോൾ, തളർന്നു പോകുമ്പോൾ കൂടെ കൂടെ ഓർപ്പിച്ച് നാം ചിന്തിച്ച് പ്രാർത്ഥിച്ച് മുന്നേറുവാൻ ദൈവാത്മാവചനം നമുക്ക് വേണ്ടി എഴുതിയിട്ടിരിക്കുകയാണ്. 8-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, എന്നാൽ ദൈവത്തെ 8:28, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടിയാവരിക്കുന്നു എന്നും നാം അറിയുന്നു. അപ്പോൾ ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ടത്, ദൈവത്തിന്റെ മക്കളായി തീർന്നു കഴിഞ്ഞാൽ, ദൈവ കുടുംബത്തിലായി തീർന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ ശാസനയുണ്ടാകും, നമുക്ക് അടി കിട്ടും, നാം ശിക്ഷിക്കപ്പെടും, കരയേണ്ടി വരും. ഇതൊക്കെ സംഭവിക്കും. നമ്മെ ഗുണീകരിച്ചുകൊണ്ട്, നമ്മെ പണിതെടുത്തുകൊണ്ട് അവനോട് സദൃശന്മാരാക്കി തീർക്കാൻ വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഗുണീകരണ ശക്തിയിൽ നമ്മെ നയിക്കുമ്പോൾ അടി തരാറുണ്ട്, നാം കരയാറുണ്ട്, വേദനപ്പെടാറുണ്ട്, ബാലശിക്ഷ നൽകാറുണ്ട്. എന്താണെന്നറിയാമോ? നമ്മെ ബാലശിക്ഷ നടത്തി നമ്മെ ആ തികവുള്ള പുത്രന്റെ അവന്റെ സ്വരൂപത്തോട് സദൃശപ്പെടുത്താൻ വേണ്ടിയ ദൈവത്തിന്റെ പരിശ്രമം നമുക്ക് ബാലശിക്ഷ നൽകുന്നത്. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുമ്പോഴും ഒറ്റ കാര്യം പറയണം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടിയാവരിക്കുന്നു എന്നും നാം അറിയുന്നു. ഈ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മെ തളർത്തിക്കളയാൻ ഒരു ശക്തികൾക്കും കഴിയത്തില്ല. എല്ലാം നന്മയ്ക്കായി കൂടിയാവരിക്കുമെന്നുള്ള അറിവുണ്ടെങ്കിൽ ക്രിസ്ത്യ ജീവിതം പരാജയമാകത്തില്ല. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താണ്ട് പലപ്പോഴും ഈ അറിവ് നമ്മെ ഇല്ലാതാക്കി കളയും. നമ്മുടെ വേദനകളും ഭാരങ്ങളും ഒക്കെ മാത്രമേ മുമ്പിൽ കാണിക്കുകയുള്ളൂ. എന്നാൽ അതെല്ലാം എൻ്റെ നന്മയ്ക്കായി കൂടിയാവരിക്കുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വേദനകൾ, ഭാരങ്ങൾ, രോഗങ്ങൾ, ഇല്ലായ്മകൾ, മാറിപ്പോക്കലുകൾ, അതേ നീണ്ടുപോയ കാര്യങ്ങളെല്ലാം നന്മയ്ക്കായി കൂടിയാവരിക്കുമെന്ന് നാം അറിയുന്നു. ആ ജനമാണ് ഇന്ന് ഉപവാസ പ്രാർത്ഥന ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ടത്. ഒന്നിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അതെ, എല്ലാം എനിക്ക് നന്മയ്ക്കായി കൂടിയാവരിക്കും, എല്ലാം നന്മയ്ക്കായി കൂടിയാവരിക്കും. ലാസന്റെ വീട്ടിൽ, മാർത്തയും മറിയയുടെ ജീവിതത്തിൽ അത് സംഭവിച്ചതെല്ലാം നന്മയ്ക്കായി കൂടിയാവരിച്ചതുപോലെ ഈ സന്ദേശം കേൾക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി നടക്കാൻ പോകുക, സകലവും നന്മയ്ക്കായി കൂടിയാവരിക്കാൻ പോകുക. കഴിഞ്ഞ ദിവസം നടന്നിരുന്നെങ്കിൽ അത്രമാത്രം ആകത്തില്ലായിരുന്നു. എന്നാൽ ദൈവം ചിലതിനെ താമസിപ്പിക്കുന്നത് നന്മയ്ക്കായി കൂടിയാവരിക്കാൻ വേണ്ടിയാണ്. ഈ അറിവുണ്ടെങ്കിൽ നമ്മെ തളർത്തുവാൻ ആർക്കും കഴിയത്തില്ല. നിരാശ വിട്ടുണർന്ന് ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തിൽ പറഞ്ഞ കർത്താവേ, ഞങ്ങളുടെ അറിവിനെ ഞങ്ങൾക്ക് പലപ്പോഴും ഞങ്ങൾക്ക് അറിയേണ്ട പോലെ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ യേശു ക്രിസ്തുവിന്റെ വചനത്തിലെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാം എന്തായിരുന്നു, നാം ഇപ്പോൾ ആരാകുന്നു എന്നുള്ളതിന്റെ അറിവുള്ളതുപോലെ തന്നെ അതിന്റെ ഇടയിൽ ഈ ജീവിതയാത്ര, ആത്മയാത്രയിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന സകലത്തിനും ദൈവമേ സകലതും നന്മയ്ക്കായി കൂടിയാവരിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. കരമുയർത്തി എല്ലാവരും അല്പസമയം സ്തോത്രം ചെയ്താട്ട്, ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്താട്ട്. എല്ലാം നന്മയ്ക്കായി കൂടിയാവരിക്കാൻ പോകുക. ചില വർഷങ്ങളായി ഭാരപ്പെടുന്ന ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് നന്മയ്ക്കായി കൂടിയാവരിപ്പിക്കാൻ പോകുന്നതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം, ദൈവത്തിന് മഹത്വം കരേറ്റാം. എന്റെ വേദന മാറുന്ന, ഭാരം മാറുന്ന, ദുഃഖം മാറുന്ന ഒരു ദിവസം സമാഗതമാകാൻ പോകുക. സകലവും നന്മയ്ക്കായി കൂടിയാവരിക്കാൻ പോകുക. അതെ, ദൈവവചനത്തിൽ ഞാൻ വിശ്വസിച്ചുകൊണ്ട്, ഞാൻ ഈ വചനത്തെ ഓർത്തുകൊണ്ട്, അതെ, പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞ നാം അറിഞ്ഞവരെങ്കിലും ലഭിച്ചത്തിൽ നിൽക്കുന്നവരെങ്കിലും ഇടയ്ക്കൊന്ന് ഓർപ്പിച്ചുണർത്തുന്നത് നമ്മുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടിയാ. എത്ര പേർക്ക് ദൈവത്തെ സമർപ്പിക്കാൻ കഴിയും? കർത്താവേ, പാവിയായിരുന്നു എന്നെ ജീവൻ തന്ന് വീണ്ടെടുത്തല്ലോ. ആ പുണ്യാഗ രക്തത്തിന്റെ വിലയ്ക്കായി ഇന്ന് പകൽ സമയം സ്തോത്രം ചെയ്യാം. ദൈവമേ, അങ്ങേ അറിയാത്ത അനേകരുണ്ട്. എന്നാൽ ഞങ്ങൾക്ക് അങ്ങേ അറിയാം. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് ഉള്ളതുകൊണ്ട്, അങ്ങ് വസിക്കുന്നത് കൊണ്ട് അസാധ്യങ്ങളെ സാധ്യമാക്കി തീർക്കും. ലാസന്റെ ഭവനത്തിൽ എത്തിയപ്പോൾ അവിടെ യേശു വന്നപ്പോൾ അവർക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു അവൻ ആരാണെന്നുള്ളത്. കരയുന്ന
ഒരു മനുഷ്യനായിട്ടാണ് അവർ കണ്ടത്. അതെ, അവനിനി അസാധ്യമായിട്ടൊന്നുമില്ല. കരയുന്ന മാർത്തയുടെയും മറ്റുള്ളവരുടെയും കൂടെ മറിയയുടെയും കൂടെ കരയുന്ന ഒരു യേശുവിനെയാണ് ലോകം മനസ്സിലാക്കിയെങ്കിൽ അവിടെ ഉല്ലാസം വരുത്തുവാൻ, മരണത്തിന്റെ വാസന മാറ്റി ജീവന്റെ വാസന വരുത്തുവാൻ യേശുവിന് കഴിഞ്ഞെങ്കിൽ, അതെ, അവന്റെ അടയാളങ്ങളുടെ അത്ഭുതമായി കാനാവിലെ കല്യാണത്തിൽ അവർക്കാർക്കും അറിയാതിരുന്നപ്പോൾ യേശുവിന്റെ അമ്മ മറിയയ്ക്ക് അവിടെ അറിയാമായിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, അവൻ അത്ഭുതം ചെയ്യുമെന്നുള്ളത്. എന്നാൽ ലാസറിന്റെ വീട്ടിൽ അവർക്ക് ആർക്കും അറിയത്തില്ലായിരുന്നു ഈ സംഭവം എന്നാൽ ജീവനും പുനരുത്ഥാനമാണ് ക്രിസ്തുവാണെന്നുള്ളത്. കരഞ്ഞ ആ സ്ഥലത്ത് ദൈവം ആനന്ദത്തിന്റെ വിഷയമാക്കി ലാസറിനെ വെളിയിൽ കൊണ്ടുവന്ന് സന്തോഷത്തിന്റെ കണ്ണുനീർ ഒഴിക്കുവാൻ ഇടയാക്കിയതുപോലെ നമ്മുടെ കർത്താവ് എന്നും ജീവിക്കുന്നു. നാം വിശ്വസിക്കുന്നത്, അതെ, നാം വിശ്വസിക്കുന്നത് കൊണ്ട്, നാം ഇന്നതാകുമെന്നുള്ള പ്രത്യാശ നമുക്കുണ്ട്. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. എന്നാൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനോട് സദൃശന്മാരാകും. ദൈവപുത്ര തുല്യന്മാരായി തീർന്ന ആദ്യജാതന്മാരുടെ സഭയിൽ അംഗങ്ങളായി തീരുവാൻ വേണ്ടിയാണ് കർത്താവിന്റെ പരിശുദ്ധന്മാർ നമ്മെ ബാലശിക്ഷ നടത്തി നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ലേഖനത്തിൽ സകല കഷ്ടതകളും പാഠങ്ങളും വന്നപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി. അതിന്റെ അർത്ഥം എല്ലാം തിന്മകൾ മാത്രമായിരുന്നു, ഉദ്ദേശിച്ചൊന്നും നടക്കാതെ എല്ലാം പ്രതികൂലങ്ങളായിരുന്നു. ഒന്നിനു പുറകെ ഒന്നായി ഓരോ വിഷയങ്ങൾ വരുമ്പോഴും ദൈവഭക്തന്മാരുടെ അവർ കണ്ണുനീർ തൂകിയിട്ടുണ്ട്. കരയുന്ന ജീവിതത്തെ നോക്കി കരച്ചിൽ മാത്രമേ ഒന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റിയിരുന്ന ദൈവത്തിന്റെ പ്രവൃത്തിക്കായിട്ട് പറഞ്ഞു, സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. കരമുകൾ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. എല്ലാ ഭാരങ്ങളും കഴിഞ്ഞ ദിവസം നിരോഗത്തിലൂടെ പോയത്, ഭാരത്തിലൂടെ പോയത്, ദുഃഖത്തിലൂടെ പോയത്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരഞ്ഞത്, അതേ, മാറത്തടിച്ചത്, ദുഃഖിച്ചത്, നിലവിളിച്ചത്, നിലത്ത് കിടന്ന് ഉരുണ്ട് പ്രാർത്ഥിച്ചത് എല്ലാം ദൈവം കാണുന്നുണ്ട്. തകർന്ന ദൈവം കാണുന്നുണ്ട്. എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മെ ഒരിക്കലും ലജ്ജിപ്പിക്കുവാൻ സമ്മതിക്കുകയില്ല. അതെ, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവ് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന ദൂത് കൈമാറിക്കൊണ്ട് ഞാൻ വചനം സൃഷ്ടിക്ക് വിരാമിടുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.